യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കൊലോസ്യ ലേഖനം, അതിൻ്റെ പ്രധാന ഫോക്കസ് എന്തുവാ? നിങ്ങളുടെ കണ്ണുകളെ സെറ്റ് യുവർ ഐസ് ഓൺ ദ തിങ്സ് എബവ്. നിങ്ങളുടെ കണ്ണുകൾ എന്ത് ചെയ്യണം? ഉയരത്തിലേക്കൊന്ന് വെക്കുവാൻ. ഇങ്ങനെ പിന്നെ താഴെ വീഴും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഞായറാഴ്ച ഒന്ന് പൊക്കി വെക്കും. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് എന്ത് ചെയ്യും? എൻ്റെ കാര്യം ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് ചെയ്യാൻ. അത് ഓരോന്നായിട്ട് ചെയ്യണ്ടേ? ഞാനും ഇങ്ങനെ ലിസ്റ്റൊക്കെ വെച്ച് ചെയ്യുന്ന ആളാണ്. ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഇത്ര കാര്യങ്ങൾ കവർ ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് അത് മാറ്റി എനിക്ക് എൻ്റെ ടു ഡു നോട്ട് പാഡ് ലിസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും, ഇത്രയൊക്കെ കാര്യങ്ങൾ വാസ്തും ചെയ്യുന്നുണ്ടോ. വേറെ ഒന്നുമല്ല, അങ്ങനെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ടും ജഡത്തിൽ വസിക്കുന്നതുകൊണ്ടും അറിയാതെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കയറി അങ്ങ് നിറയും. പക്ഷേ കൊലോസ്യ ലേഖനം നമ്മളെ വീണ്ടും ഓർപ്പിക്കുക, എന്ത് ചെയ്യണം? സെറ്റ് യുവർ ഐസ് ഓൺ ദ തിങ്സ്, സ്വർഗീയമായത്, നിലനിൽക്കുന്നത്. പ്രത്യാശ എന്തിലാണ്? കാണാത്ത കാര്യങ്ങളിൽ. കാണുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഈ നാളുകൾ നമ്മളെക്കാൾ എനിക്ക് ചില നല്ല ആത്മീയ കാഴ്ചപ്പാടുള്ള ചില നല്ല കാത്തലിക്സിനെ ഈ പട്ടണത്തിൽ എനിക്കറിയാം. ഇവിടെ അടുത്ത് ഈ പാലാരിവട്ടം ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നു. 2-3 പേരെ ഞാൻ നല്ലപോലെ മനസ്സിൽ വരും. അവരോട് പലപ്പോഴും ഞാൻ എപ്പോഴൊക്കെ റോട്ടിൽ അവരെ കാണുമോ വളരെ ആത്മീയ കാര്യങ്ങൾ, അവരിൽ ചില അച്ഛന്മാരൊക്കെ ചിലർ ഇപ്പം ചില വചനമൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഡീപ്പായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. സ്വർഗീയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയും. ഞാനൊരു പാസ്റ്ററായിരിക്കും, ഞാൻ പലപ്പോഴും ഓർത്തു, അങ്ങനെയുള്ളവർ കാത്തലിക്സ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ളവർ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ആത്മീയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇത്രയും പ്രത്യാശ വിശ്വാസികൾക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്താ പറ്റുന്നത്? നമ്മളോടാണല്ലോ ഈ പോരാട്ടം. ആ പോരാട്ടത്തിൽ നമ്മൾ മയങ്ങിപ്പോകുക. ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടാണല്ലോ ഇതെല്ലാം വന്ന് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഉണരേണ്ട സമയമാണ്. ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ പിന്നെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കത്തില്ല. സത്യം പറയാം, ഈ കാഹളത്തിൻ്റെ ശബ്ദം ഇനി എല്ലാവരും കേൾക്കുമെന്ന് അറിയത്തില്ല. ചിലപ്പം എടുക്കപ്പെട്ടവരെ കേൾക്കത്തുള്ളായിരിക്കും. അതൊക്കെ ആ സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പലപ്പോഴും ആ ഏരിയകളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പലരും സംശയമായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുവാണ് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ആ ചെറിയ ശേഷിപ്പ് മാത്രം എടുക്കപ്പെടും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. നമുക്ക് വിശ്വസിക്കാം, കാഹള ശബ്ദം അത് നമ്മൾ കേൾക്കുവാനും കർത്താവ് നമ്മളെ സ്വീകരിക്കുവാനും ഇടയായി തീരണമെങ്കിൽ ഒത്തിരി മാറ്റം ഉണ്ടാകണം. കൊലോസ്യ ലേഖനം ഒരു ചെറിയ ലേഖനമാണ്. അതിൻ്റെ 4-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇത് താൻ ജയിലിൽ കിടന്ന് എഴുതിയ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലമോൻ, കൊലോസ്യ ലേഖനം, ഈ 4 ലേഖനമാണല്ലോ. ആ ഒരു സമയത്ത് ജയിലിൽ കിടന്ന് പല പ്രാവശ്യം, ഈ 2 പ്രാവശ്യം മാത്രമായിരിക്കത്തില്ല ജയിലിൽ കിടന്ന്. പിന്നെ 2 തിമോത്തിയോസ് വരെയൊക്കെ എഴുതിയ ആ സമയം നമുക്കറിയാം, അത് അവസാനമായിരുന്നു. നമ്മൾ 2 പ്രാവശ്യം ആയിരിക്കത്തില്ല. പക്ഷെ ബൈബിൾ ചേർക്കപ്പെട്ട ലേഖനങ്ങൾ വെച്ചാണ് നമുക്കറിയാവുന്നത്. എന്തുവാണേലും താൻ ഇത്രയും വർഷം വിശ്രമം കൂടാതെ പ്രവർത്തിച്ചത്, എത്ര വട്ടം തന്നെ ജയിലിലിട്ട് കാണും, ദൈവത്തിന് മാത്രം അറിയാം. താൻ ജയിലിൽ ദീർഘനാൾ കിടന്നപ്പോൾ എഴുതിയ ഒത്തിരി ലേഖനങ്ങളുണ്ട്. ലൗദിക്യ സഭയ്ക്കൊക്കെ എഴുതിയ ലേഖനമുണ്ട്, അതൊന്നും ബൈബിൾ ചേർത്തിട്ടില്ല. പക്ഷേ ബൈബിളിൽ ചേർക്കപ്പെട്ട ഈ 4 ലേഖനം, ഇപ്പോൾ കൊലോസ്യ ലേഖനം ജയിലിൽ കിടന്ന് എഴുതിയതാണ്. താൻ പല ലേഖനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചപ്പോൾ ഇത് തൻ്റെ സ്വന്തം കയ്യാൽ താൻ എഴുതിയ ചുരുളിൽ, ഞാൻ പറഞ്ഞല്ലോ അതുപോലുള്ള ഒരു സ്റ്റൈലസ്, ഒരു ടൂൾ വെച്ചിട്ട് എഴുതാൻ അത്ര എളുപ്പമല്ല. കാർവ് അങ്ങനെ പോറിച്ച് കാർവ് ചെയ്ത് പിന്നെ ഡൈ തൂക്കമൊക്കെ ആയിരിക്കും അത് ഇതായിട്ട് വരാൻ, അത് പ്രകാശിച്ച് വരുവാൻ. അപ്പോൾ എന്തുവാണല്ലോ ഇത് ബൈബിൾ പറയുന്നു തൻ്റെ സ്വന്തം കയ്യാൽ എഴുതിയതാണെന്ന് പറയുന്നു. ആരുടെ കയ്യിലാണ് കൊടുത്തു വിട്ടതെന്ന് കാണുന്നത്? കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 7-1 വായിച്ച് 7-9 വരെ. സ്തോത്രം. ഇവിടെ എഴുതിയേക്കുന്ന തിഹിക്കോസ്, ഈ പ്രിയ സഹോദരൻ തിഹിക്കോസ്, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട് തിഹിക്കോസിനെ പറ്റി. അതോടൊന്ന് വായിച്ചേ, എഫേസ്യ ലേഖനം 6:21. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന തിഹിക്കോസ്, ഫിലമോൻ്റെ ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. തിഹിക്കോസും താഴോട്ട് നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ ഒനേസിമോസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഈ ഒനേസിമോസ് ആരാന്ന് നമുക്കറിയാമല്ലോ.
ഫിലമോൻ്റെ ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. താൻ ഒരു തടവുകാരനായിരുന്നു. അതിൽ നിന്ന് പൗലോസിൻ്റെ പ്രവർത്തനം നിമിത്തം രക്ഷിക്കപ്പെട്ട ആ മകനെ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒനേസിമോസിനെ പറ്റി. അപ്പോൾ തീക്കോസും ഒനേസിമോസിനെയും അയക്കുന്നതായിട്ടും നമ്മളിവിടെ കാണുന്നുണ്ട്. വിശ്വസ്തദാസൻ, തീക്കോസിനെ പറ്റി പറയുന്നത് എന്തുവാ? ഇവിടെ വിശ്വസ്തദാസനായ തീക്കോസ്. ഈ ഹല്ലേലൂയ സ്തോത്രം. താൻ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായമൊക്കെ കാണുമ്പോൾ കുറച്ച് നാൾ പൗലോസിൻ്റെ കൂടെ ഒരു മിഷണറി ജേർണിയിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. താൻ മക്കദോനിയ തൊട്ട് യെരുശലേം വരെയും യാത്ര ചെയ്തതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു വിശ്വസ്തദാസനായ തീക്കോസിൻ്റെ കയ്യിലാണ് ഈ ലേഖനം അയക്കുന്നത്. നമ്മൾ ആ ദേശം, പട്ടണം എവിടെ എന്തുവാന്നൊക്കെ അറിയുന്നത് വേറൊന്നുമല്ല, ദേശത്തിൻ്റെ കൾച്ചർ, ആ ദേശം ഇപ്പോഴാ ദേശമുണ്ടോ എന്നൊക്കെ അറിയുന്നതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്നത്. സ്തോത്രം. നിങ്ങൾക്കറിയാം ഈ കൊലോസിയ പട്ടണം, 3 പട്ടണങ്ങൾ, അതിൻ്റെ പേര് അതൊന്ന് വായിച്ചു. 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുപ്പിച്ചുള്ള 3 പട്ടണങ്ങളാണ്. നിങ്ങൾക്കും ലവോദിക്കാർക്കും ഹീരപോലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടും എന്നുള്ളതിന് ഞാൻ സാക്ഷി. ലവോദിക്ക, ഹീരപ്പോളി, അവിടെ നിന്ന് ഒരു ചൂട് ഉറവ വരുന്നത് നമ്മൾ പിന്നെ ലവോദിക്ക സഭയെ പറ്റി എഴുതുമ്പോൾ നീ ശീതവാനാണേലും ഉഷ്ണവാനാണെങ്കിലും ഹല്ലേലൂയ ഒരു കാര്യവുമില്ല, ശീതോഷ്ണവാനാണെങ്കിൽ ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന ആ ഒരു ഭാഗമൊക്കെ ഹീരപ്പോളിൽ നിന്നാണ്. അപ്പം ഈ ലൈക്കസ് നദിയുടെ തീരത്തുള്ള പ്രധാന 3 പട്ടണമാണ് ലവോദിക്ക, ഹീരപ്പോളി, പിന്നെ ഇവിടെ നമ്മൾ കാണുന്ന കൊലോസിയ. അതിലേറ്റവും വലിയ പട്ടണം ലവോദിക്ക പട്ടണമാണ്. ആ സഭയ്ക്ക് എഴുതുന്ന ലേഖനം അല്ലെങ്കിൽ ഒരു എഴുത്ത് നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ചെറിയ പട്ടണമാണ് കൊലോസിയ പട്ടണം. ഈ ചെറിയ പട്ടണമാണെങ്കിലും ഈ സഭ വളരെ വിശ്വസ്തയോട് നിൽക്കുന്ന ഒരു സഭ. ഒത്തിരി ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് കാണാം. ഒരു വിഷമമുള്ള ഒരു കാര്യം മാത്രമുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ വളരെ കൃപയോടുകൂടി നിൽക്കുവാൻ, അല്ലെങ്കിൽ നിൻ്റെ മധ്യത്തിലുള്ള നിലവിളക്ക് ഞാൻ നീക്കും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആ വിശ്വസ്തത പാലിക്കാഞ്ഞുകൊണ്ട് നമുക്കറിയാം ആ നിലവിളക്ക് കർത്താവ് എന്ത് ചെയ്തു? നീക്കി. അവിടെ വലിയ അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടും ഉണ്ടായി. ഈ ലേഖനം എഴുതി, ചരിത്രം പറയുന്ന അനുസരിച്ച് ഈ ലേഖനം എഴുതി കഴിഞ്ഞിട്ട് ചില വർഷങ്ങൾക്ക് ശേഷം വലിയൊരു ഭൂകമ്പം, വലിയൊരു എർത്ത് ക്വേക്ക് അവിടെ വന്ന് ആ പട്ടണം മുഴുവനും നശിപ്പിച്ചു. 200 വർഷം മുമ്പേ ആർക്കിയോളജിസ്റ്റൊക്കെ അത് കണ്ടുപിടിച്ചു. നിങ്ങൾ കൊലോസി അല്ലെങ്കിൽ കൊലോസിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അത് നശിച്ച പട്ടണം കുഴിച്ചെടുത്തപ്പോൾ ഉള്ള ആ റൂയിൻസൊക്കെയാണ്. അപ്പം എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ലവോദിക്കയോട് പറഞ്ഞ പോലെ തന്നെ നീ വിശ്വസ്തയോടുകൂടി നിന്നില്ലെങ്കിൽ നിൻ്റെ മധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? ആ നിലവിളക്ക് ഞാനത്, ആ ലാമ്പ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ നിലവിളക്ക് ഞാൻ മാറ്റും എന്ന് കർത്താവ് പറഞ്ഞ പോലെ ഇവിടും നടന്നു. അത് ഞാൻ വളരെ ഭയത്തോടുകൂടി ഞാൻ ഇന്നലെയൊക്കെ ഞാൻ ആ ഭാഗം ഈ പട്ടണത്തെപ്പറ്റി ഒന്നുകൂടി വായിച്ചപ്പോൾ ഞാനത് ഓർക്കുന്നു. കർത്താവ് നമുക്കെല്ലാം ഓപ്പർച്യൂണിറ്റീസ് തരും. ഈ രക്ഷിക്കപ്പെട്ട് കൃപയോട് നിന്ന നല്ല കർത്താവ് ആഴോടൊക്കെയാണ് ആഴത്തിൽ സംസാരിക്കുന്നത്. എല്ലാവരോടും ഈ പന്നികളുടെ മുമ്പിൽ കർത്താവ് മുത്തുകൾ എറിയലെന്നാണ് കൊടുക്കുന്നത്, അൽവെതറലെന്നാണ് പറയുന്നത്. കാരണം പന്നിക്ക് എപ്പോഴും എന്തുവാ ഈ ലോകം അതിൻ്റെ തലന്നിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ താന്ന് ചെളിക്കകത്ത് ഇങ്ങനെ തപ്പി. പൗലോസ് പറഞ്ഞ ചപ്പും ചവറും, ഗാർബേജ്. പൗലോസ് ചപ്പും ചവറുമായിട്ട് എണ്ണിയ ഈ ലോകത്തിൻ്റെ ശ്രേഷ്ഠതയുടെ അകത്ത് ഇരുന്ന് തപ്പുന്ന നമുക്ക് കാണാം. അങ്ങനെയുള്ളവരോട് കർത്താവ് ആഴമേറിയ കാര്യങ്ങൾ പറയത്തില്ല. പക്ഷേ കൊലോസിയ ലേഖനം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുക, വരും ദിവസങ്ങൾ മനസ്സിലാവും എത്ര ആഴത്തിലുള്ളതാണ്. ഉയരത്തിൽ മാത്രം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം ഉയരത്തിലേത് ആഴത്തിൽ സംസാരിച്ച കർത്താവ് സംസാരിച്ച ഒരു ലേഖനം ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ സഭ, ആ തലമുറ നന്നായിട്ട് നിന്നു. പിന്നെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പട്ടണം കർത്താവ് തുടച്ച് നീക്കിക്കളഞ്ഞു. അങ്ങനൊരു പട്ടണം ഇപ്പോൾ ഇല്ല. അന്നേ തുടച്ച് നീക്കിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? ഊഹിക്കാൻ പറ്റുമല്ലോ എന്തുകൊണ്ടാണ്. കോരഹ്, നാഥാൻ, അബിദാം ഭൂമി പിളർന്ന് 250 മൂപ്പന്മാരെയൊക്കെ അങ്ങ് വിഴുങ്ങി. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ന്യായവിധിയല്ലേ. അതിന് പ്രത്യേകിച്ച് ഇനി ദൈവമക്കൾക്ക് മാത്രമല്ല ജാതികൾക്ക് പോലും മനസ്സിലാകാവുന്ന കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ ദൈവിക ന്യായവിധികൾ കുടുംബങ്ങളുടെ മേലും പട്ടണങ്ങളുടെ മേലും ഒക്കെ ആദ്യ നാളുകൾ തൊട്ട് അങ്ങനെ ദൈവം മായ്ച്ചു കളയുന്നവരെ എന്തുകൊണ്ടാണ്? സ്തോത്രം. അടുത്ത തലമുറ വിശ്വസ്തയോട് നിൽക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ പുതിയതായിട്ട് ജാതികളിൽ നിന്ന് വന്ന കുടുംബം, അവർ നല്ലപോലെ നിൽക്കുന്ന കുടുംബം. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറ വരുമ്പോൾ അവർ കർത്താവിന് വേണ്ടി നിൽക്കാതാകുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? പലവട്ടം ഇടപെടും. ദൈവം ചാൻസ് കൊടുക്കും. ഗോഡ് ഈസ് എ ഗ്രേഷ്യസ് ലോഡ്, ഈസ് എ മേഴ്സിഫുൾ ലോഡ്.
എന്ന് വിചാരിച്ച് അത് മുതലെടുക്കാം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിനെ കളിപ്പിക്കാം എന്നല്ല. പരിശുദ്ധാത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. കുറച്ച് നാൾ ഇടപെടും. അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്യും? കൊലോസിയ പട്ടണത്തിനും സംഭവിച്ചതാണ്. ആ ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഒന്ന് വിക്കിപീഡിയയിൽ കൊലോസിയ പട്ടണം വരുമ്പോൾ എപ്പോഴാണ് ഭൂമി കുലുക്കം വെച്ച് നശിച്ചതെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ ലേഖനം എഴുതി കുറച്ച് വർഷങ്ങൾക്ക്, ഒത്തിരി വർഷങ്ങളൊന്നുമല്ല, 50-100 വർഷങ്ങളൊന്നുമല്ല, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ കർത്താവ് ആ പട്ടണം വലിയ ഭൂമി കുലുക്കം നിമിത്തം ആ പട്ടണം മുഴുവൻ നശിച്ചു. പല കാര്യങ്ങൾ ഞാൻ ഇന്നലെ രാത്രി ഈ ഭാഗമൊക്കെ ഓർത്തപ്പോൾ നമുക്കറിയാം, ഓരോ തലമുറകൾ കർത്താവിന് വേണ്ടി നിൽക്കും, അടുത്ത തലമുറ നിൽക്കത്തില്ല. പിന്നെ ആ അടി കൊള്ളുന്നത് കാണുമ്പോൾ അതിൻ്റെ അടുത്ത തലമുറ ദൈവഭയത്തോട് നിൽക്കും. കോരഹൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചത് എന്തുവാ? കോരഹ്, നാദാൻ, അബിദാം ആൻഡ് 250 എൽഡേഴ്സ് എന്നാണ് ബൈബിളിൻ്റെ അത്യാവശ്യം 250 മൂപ്പന്മാരെയും കൂടാണ് ഭൂമി അങ്ങ് പിളർന്ന്. അവരാ സമയത്ത് മോശയോട് എന്തുമായിരിക്കും ചോദിച്ചത്? എന്തു പറ്റും, എന്ത് സംഭവിക്കും? ഒന്നും സംഭവിച്ചില്ലല്ലോ ഇതുവരെ, ഞങ്ങളെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ. അവർ മൂപ്പന്മാരും അല്ലേ. അപ്പോൾ ഞങ്ങൾക്കറിയാം വചനം, ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കാൻ വരേണ്ട ഒക്കെ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? അപ്പം ദൈവത്തിൻ്റെ പക്ഷെ അത് കണ്ടിട്ട് അടുത്ത തലമുറ, ഞാനതാ പറയാൻ വരുന്നത്, അടുത്ത തലമുറ കോരഹൻ്റെ മക്കൾ എന്ത് ചെയ്തു? അയ്യോ, ഞങ്ങൾക്ക് ഇനി ന്യായവിധി വരല്ലേ, ഞങ്ങളുടെ അപ്പന്മാർക്ക് വന്നു, ഇനി അവരോടിപ്പോയി യാഗപീഠത്തിൻ്റെ കൊമ്പിന്മേൽ അഭയം ചൊല്ലില്ലേ. നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. എത്രത്തോളം നമ്മൾ കർത്താവിനെ ഭയന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു ആ തലമുറകളൊക്കെ. ഇനി തലമുറയിലും എല്ലാവരും അല്ല. യാക്കോബിൻ്റെ 12-13 മക്കളാ. ദീന ഉൾപ്പെടെ എത്ര പേരാ? 13 മക്കൾ. അതിൻ്റെ ആരെയാണ് ദൈവം ഉപയോഗിച്ചത്? ശുശ്രൂഷ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നു എത്ര തലമുറകൾ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണും. ഏശാവും യാക്കോവും പോലെ തന്നെ. ഏശാവിനെ പോലെ നിങ്ങൾ ആകല്ലേ, ഒരു ഊടിന് വേണ്ടി ആ വിളി നഷ്ടപ്പെടുത്തി ഏശാവിനെ പോലെ നിങ്ങൾ. അപ്പോൾ ഒരു തലമുറയിൽ തന്നെ, അല്ലെങ്കിൽ ഓരോ തലമുറ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഇവർക്ക് പറ്റിയതുപോലെ, കോരഹന് പറ്റിയതുപോലെ, ഏശാവിന് പറ്റിയതുപോലെ, കൊലോസ്യയിലെ സഭയ്ക്ക് പറ്റിയതുപോലെ, ആ എക്സാമ്പിൾസിൻ്റെ കൂടെ അതുകൂടെ ചേർക്കണം. ആ വിളക്ക് എന്ത് ചെയ്യും? ഇപ്പം പ്രകാശിച്ച് നിൽക്കുക കർത്താവിന് വേണ്ടി. ഐ വിൽ റിമൂവ് ദ ലാംപ് സ്റ്റാമ്പ് ഫ്രം അമംഗ് യു എന്ന് എഴുതിയേക്കുന്നത്. ആ സ്തോത്രം, വിളക്ക് ഞാൻ എന്ത് ചെയ്യും? നിലവിളക്ക് നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് നീക്കിക്കളയും. അതുപോലെ ആ പട്ടണവും ദൈവം എന്ത് ചെയ്തു? അങ്ങനെ വരാതിരിപ്പാൻ ഇവിടെ കൊലോസ്യ സഭയോട് ആ ആത്മീയ ദൂതുകൾ പറഞ്ഞ് അടുത്ത തലമുറ ആത്മീയ ദൂതുകൾ ഏറ്റെടുത്ത് അവരുടെ പ്രത്യാശയും ലക്ഷ്യവും സ്വർഗമായിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ പരാജയം ഉണ്ടാകത്തില്ലായിരുന്നു, ഒരിക്കലും അവർക്ക് ഈ നാശം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ ജനം രക്ഷിക്കപ്പെട്ട് ദൈവഭയത്തോടുകൂടി സഭയിൽ കൂടി ചേർന്നു. അത് നിമിത്തം ആ പട്ടണത്തിന് വലിയ സന്തോഷമുണ്ടായി. ഒരു പട്ടണത്തിന് വലിയ സന്തോഷവും രക്ഷയും ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ ദൈവജനം നിമിത്തമാണ്. ഒരു പട്ടണം നശിച്ചു പോകണമെങ്കിൽ, കൊലോസ്യ പട്ടണം നശിച്ചു പോയ പോലെ നശിച്ചു പോകണമെങ്കിലും അവിടുത്തെ ദൈവജനത്തിൻ്റെ സ്റ്റാൻഡ് പോലാണ്. അപ്പോൾ ആ നമ്മുടെ സ്പിരിച്വൽ സ്റ്റാൻഡിന് വലിയ കാര്യമുണ്ട്. അത് കുടുംബമാണെങ്കിലും, അത് സഭ പട്ടണത്തിൽ നിൽക്കുന്നതാണെങ്കിലും, ഇതൊരു ചെറിയ വിഷയമല്ല. ഒരു സഭ ദേശത്ത് നിൽക്കുന്നതനുസരിച്ചാണ് ആ പട്ടണത്തിൻ്റെ രക്ഷ, ആ പട്ടണത്തിൽ സന്തോഷം. അപ്പോൾ എറണാകുളം പട്ടണത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി കർത്താവ് ആരേൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് നമ്മൾ ശക്തമായൊരു കൂട്ടമാണ്. അത് നമ്മൾ അനുഭവിച്ച അതുകൊണ്ടാണ് കൂടോത്ര ശക്തിയും അന്യാരാധന ശക്തിയും ഒന്നും ആ കൃപയിൽ നിൽക്കുന്നവരെ ഏശാത്തത്. അപ്പോൾ ശക്തമായൊരു കൂട്ടമായിട്ട് തന്നെ അവസാനം നിൽക്കാതെ പല സഭകൾക്കും പലർക്കും സംഭവിക്കുമ്പോൾ അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. എപ്പപ്രാസ് ഒരു ദൈവദാസനെയാണ് നമ്മളിവിടെ കാണുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. എപ്പപ്രാസിനെ പറ്റി ഒന്ന് വായിച്ചേ. 4:12 ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. ഈ ദൈവദാസന്റെ ഉത്തരവാദിത്വം എന്തുവാ? സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത്. താനാണ് ഈ സഭ, താൻ നിമിത്തമാണ് ഉണ്ടായത്. തുടക്കം തൊട്ട് താനിവിടെ ഉണ്ട്. വർഷങ്ങളായിട്ട് കൊലോസ്യ സഭ ഇപ്പോഴായിരിക്കുന്ന ഒരു ആത്മീയ സിറ്റുവേഷനിലാകുവാൻ കാരണം ഈ ദൈവദാസന. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ആത്മാവിൽ ഈ ദൈവദാസനെ വളരെയധികം പുകഴ്ത്തുന്നത്. മറ്റുള്ള പല ദൈവദാസന്മാർ അവരുടെ വയറാണ് അവരുടെ ദൈവം, റോമാലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ മാറിപ്പോകുമ്പോൾ ഈ ദൈവദാസനെ പറ്റി നല്ലൊരു സാക്ഷ്യമാണ് പറയുന്നത്. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ എത്തിന് ഒരു ദൈവദാസൻ എന്തുവാ ചെയ്യേണ്ട? ആളിനെ കൂട്ടുമല്ല, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച്
പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ. നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. അപ്പോൾ ഒരു ദൈവദാസൻ, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു ദൈവദാസൻ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ദൈവദാസന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ആളിനെ കൂട്ടുന്ന പദ്ധതി അല്ല ഇത്, ക്ലബ്ബല്ല. സ്തോത്രം. വരുന്ന ഓരോരുത്തരും എന്ത് ചെയ്യണം? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം, നിങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു നിശ്ചയമുണ്ടാകണം. ഒന്നുകൂടെ ആവർത്തിക്കുക, നിങ്ങൾ പെർഫെക്റ്റ്, സ്തോത്രം, ഒരു കുറവില്ലാത്തവർ, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച്. അതുകൊണ്ട് നമ്മുടെ ഒരു പൊരുത്തപ്പെട്ട ക്രിസ്തീയ ജീവിതം, ദൈവദാസന്മാരൊക്കെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളൊക്കെ ആരാണ്? സാധാരണ വിശ്വാസികൾ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ അതങ്ങ് മാറട്ടെ. ഇവിടെ സാധാ വിശ്വാസിയും പാസ്റ്ററും അല്ലെ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവരുടെ മേൽ വിളിയുണ്ട്. ഓരോരുത്തരും അവരെ ഏൽപ്പിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ആരായിത്തീരണം? തികഞ്ഞവരായിത്തീരണം. അത് കഴിയാഞ്ഞതാണ് ഈ സഭയിൽ ഒരു കുഴപ്പം. എപ്പപ്രാസ് ദൈവദാസൻ ഉള്ളിടത്തോളം ഞാൻ വിശ്വസിക്കുന്നു താൻ അതിനു വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിയ ഒരു വ്യക്തിയാണ്. ചിലപ്പം താൻ തൻ്റെ ശേഷം വന്ന അടുത്ത ദൈവദാസനായിരിക്കും ഒന്ന് കോംപ്രമൈസ് ചെയ്ത്. കാര്യം ഈ തികഞ്ഞവരെ ആക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പം വലിയ ആളൊന്നും കൂടത്തില്ല. തികഞ്ഞവരാക്കി തീർക്കുവാൻ പെർഫെക്റ്റിംഗ് സെയിൻസ്, അപ്പം വിശുദ്ധന്മാരാക്കി തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പം പലർക്കും ആ നിമിത്തമൊക്കെ വേദനയൊക്കെ ഉണ്ടായി പലരും പോയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ അടുത്ത ദൈവദാസൻ ചിലപ്പോൾ ഒന്ന് ചിന്തിച്ച് കാണും, നമുക്ക് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാം? സ്തോത്രം. പലരും എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അവർ നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടായ്മയിൽ അല്ലെങ്കിൽ പല കൂട്ടായ്മയിൽ അവർക്ക് അറിയാവുന്ന കൂട്ടായ്മയിൽ പണ്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നപ്പോൾ നല്ല ദൈവകൃപയിൽ നിന്ന് നല്ല വചനങ്ങൾ ഉണ്ടായിരുന്ന കൂട്ടായ്മയാണ്. പിന്നെ ആ ദൈവദാസൻ്റെ കാഴ്ചപ്പാട് അങ്ങോട്ട് മാറി. മറ്റുള്ള സഭകളിലൊക്കെ ആൾക്കാരുണ്ടല്ലോ, എൻ്റെ സഭയിലും എന്ത് ചെയ്യണം, ആളൊക്കെ വരണം എന്ന് വിചാരിച്ച് വചനത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തി, കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തി. അത് നിമിത്തം ആൾ ഭയങ്കരമായിട്ട് കൂടി. പക്ഷേ ആ പണ്ട് പറഞ്ഞ പോലുള്ള വചനങ്ങൾ, പ്രസംഗങ്ങൾ അല്ലെ കാഴ്ചപ്പാടല്ല. പിന്നെ പ്രസംഗത്തിൻ്റെ തീമേ എന്ത് ചെയ്തു? അങ്ങ് മാറി. ദൈവസാന്നിധ്യം കൂട്ടായ്മയിൽ നിന്ന് പോയെന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെ വേണം നമുക്കും ചെയ്യാം. പക്ഷെങ്കിൽ ഇവിടെ എപ്പപ്രാസ് ഉണ്ടായിരുന്നിടത്തോളം കാലം കൊലോസ്യ സഭ, ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ വിളി അനുസരിച്ചും വളർച്ച അനുസരിച്ചും ദൈവം ഇടപെടുന്നത്. മറ്റുള്ള ഗലാത്യ സഭയോട് എന്തുവാ പറഞ്ഞത്? നിങ്ങൾ ഇത്ര പെട്ടെന്ന് മാറിപ്പോയോ ക്രൂശിൻ്റെ വചനത്തിൽ നിന്ന്? അത് വളരെ ആശ്ചര്യം. അപ്പം അനേകരും മാറിപ്പോകുമ്പോൾ കൊലോസ്യ സഭ, നമ്മൾ വചനം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, നല്ല കൃപയോടുകൂടി നിൽക്കുന്നു. സ്വർഗീയ കാഴ്ചപ്പാടൊക്കെ അവരോട് സംസാരിച്ച ഒരു സഭയാണ്. നമുക്കിന്ന് അവർ ചില ഭാഗങ്ങൾ പെട്ടെന്ന് നമുക്ക് വായിക്കാം. എന്തുവരും ഈ ലേഖനത്തിൻ്റെ അകത്ത് ചിലർ നിങ്ങളെ കളിപ്പിക്കാൻ വരും. അവരുടെ പോസ്റ്റ് കേട്ട് നിങ്ങൾ വിശ്വസിക്കല്ലേ. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റിക്കളയുന്ന എന്തുവാണ്? ഒരു സത്യത്തിൻ്റെ വചനം നിൽക്കുമ്പോൾ, ആ സത്യത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, അതിൻ്റെ പാരലായിട്ട് നമ്മുടെ ശരീരത്തിന് സന്തോഷം തരുന്നത്, നമ്മളെ ലോകത്തിൽ വലിയവരാക്കി തീർക്കുന്ന ഒരു പോഷ്കിൻ്റെ വചനം കൂടെ ഉണ്ട്. ഈ പോഷ്കിൻ്റെ വചനം സാത്താൻ കൊണ്ടുവരുമ്പോൾ അതിനെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് എങ്ങനെയാണ് ജയിച്ചത്? സാത്താൻ വലിയ ടെംപ്റ്റിങ് കാര്യം, ക്ഷീണമൊന്നും വരണ്ട, നല്ല ശരീരത്തിന് ബലമുള്ള ഈ കല്ലിനോട് പറഞ്ഞാൽ മതി, നല്ല രുചിയുള്ള അപ്പമായി തീരും. ഓരോ കാര്യങ്ങൾ വീണാൽ ദൈവം കാക്കും, എടുത്തു ചാടിക്കും എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് എന്തുവാ പറഞ്ഞത്? സാത്താനെ പോഷ്ക്ക് പറയാതെ തന്നെ എൻ്റെ അർത്ഥം വിട്ടുപോകും. കാരണം പോഷ്ക്ക് പറയുന്നവർക്ക്, അല്ലെങ്കിൽ സത്യവചനത്തിന് വിപരീതമായിട്ട് മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ പറയുന്നവർക്ക് പിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവസന്നിധിയിൽ പോലും പിന്നെ എന്ത് ചെയ്യില്ല? സ്ഥാനമില്ല. പൊക്കോളാനാണ് പറഞ്ഞത്. കാരണം വചനം പൊക്കോളാൻ പറഞ്ഞിട്ട് സാത്താനോട് ഒന്നുകൂടെ ഓർപ്പിച്ചു, വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇന്നതാ. നമ്മുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ വന്നിട്ട് നീ ലോകത്തിൽ വലിയവനാകും, അതിനുവേണ്ടി ഇന്നത് ചെയ്യണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കണം. എവിടെ ഒന്നെങ്കിലും ഇപ്പോൾ യൂട്യൂബും അല്ലെങ്കിൽ പല മീഡിയയും പലയിടത്തൊക്കെ പോകാമല്ലോ, പലതും കേൾക്കാമല്ലോ, ഓൺലൈനൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ടല്ലോ. സോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ വലുതായി വരും എന്ന് പറയുമ്പോൾ അതിന് ആമേൻ പറയാൻ പോകുന്നുണ്ടെങ്കിൽ എന്തായി തീരും? തികവ് പ്രാപിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഈ എപ്പപ്രാസ് ദൈവദാസനെ പറ്റി നമ്മളിപ്പം വായിച്ചു. നിങ്ങൾ ഓരോരുത്തരും തികവ് പ്രാപിക്കുവാനും, നിങ്ങളെ ആ സ്വർഗീയ നിങ്ങളുടെ വിളി ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും, നിങ്ങൾ ശക്തരായി നിൽക്കുവാനും അതിനു വേണ്ടി പോരാടുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലും ആത്മാവിലും പോരാടുന്ന ആ ദൈവദാസൻ. കൊലോസ്യ ലേഖനം ഇന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും
സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. പൗലോസിൻ്റെ സഹോദരനായ, പലയിടത്തും മകൻ എഴുതിയിരിക്കുന്ന, ഇവിടെ എന്തുവാ, എൻ്റെ കൂട്ടു സഹോദരനായ തിമോത്തിയോസും. ഞങ്ങളൊക്കെ ശുശ്രൂഷകരായത് എങ്ങനെയാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ബദ്ധദാസൻ എന്നൊക്കെ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിക്കുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ശുശ്രൂഷകരായി. ഞങ്ങൾ അപ്പോസ്തലനായി അല്ലെങ്കിൽ ശുശ്രൂഷകരായി തീർന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ, ബൈ ദ വിൽ ഓഫ് ഗോഡ്. ഒരാൾക്ക് ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവം അവരെ വിളിച്ചിരിക്കണം. ബൈ ദ വിൽ ഓഫ് ഗോഡ്. നമുക്ക് ഈ വിളിയില്ലാത്ത പലരെ ബൈബിൾ കോളേജിൽ വിട്ടാലും, ഇനി ഏത് ട്രെയിനിങ് സെൻറ്ററിൽ വിട്ടാലും, ആരുടെ കൂടെ ട്രെയിനിങ് കഴിഞ്ഞാലും, ഈ വിളിയില്ലാത്തവർക്ക് അല്ലെങ്കിൽ ദൈവം അവരെപ്പറ്റി അതല്ല ഇഷ്ടമെങ്കിൽ, ഇതൊന്നും ആരുടെയും മനസ്സുകൊണ്ട് നടക്കുന്നതല്ല, ആരുടെയും ഇഷ്ടം കൊണ്ട് നടക്കുന്നതല്ല. ദൈവത്തിന് പ്രസാദം തോന്നി നിങ്ങളെ വിളിക്കണം. അല്ലാതെ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് നടക്കത്തില്ലെന്നല്ല, തുടക്കത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം, നിലനിൽക്കണമെങ്കിൽ, ഇനി നിലനിൽക്കുന്ന ദൈവ ഇഷ്ടം പൗലോസിൻ്റെ മേലും തിമോത്തിയോസിൻ്റെ മേലും ഉള്ളതുകൊണ്ട് ഇനി തിമോത്തിയോസ് ഒന്ന് മാറിപ്പോകാൻ ശ്രമിച്ചാലും കർത്താവ് എന്ത് ചെയ്യും? പറ്റത്തില്ല. തിമോത്തിയോസിന് അത് പറ്റത്തില്ല. കർത്താവ് തിരിച്ച പാതയിൽ കൊണ്ടുവരും. കാരണം ബൈ ദ വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് ഇവിടെ എഴുതിയിരിക്കുക ദൈവ ഇഷ്ടത്താൽ. ഓരോ ലേഖനത്തിലും താൻ ഏറ്റവും കൂടുതൽ ലേഖനത്തിൽ നമുക്ക് കാണുന്ന ഒരു പേരാണ് ഇവിടെ. ആ പൗലോസിൻ്റെ ടീച്ചിങ്ങിലെല്ലാം നമുക്ക് കാണാം. റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, ഉള്ള ലേഖനങ്ങൾ മുഴുവനും, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, തെസ്സലോനിക്ക ലേഖനം, തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ തനിക്കാണല്ലോ എഴുതുന്നത്, ഫിലമോൻ, എബ്രായ ലേഖനം, ഇവിടെ എല്ലാം ആരുടെ പേര് കാണാം? തിമോത്തിയോസിൻ്റെ പേര് കാണാം. അപ്പോൾ ഇത്രയും കൂടുതൽ മിഷണറി യാത്രയിലും ഇത്രയും കൂടുതൽ ലേഖനത്തിലും തിമോത്തിയോസിൻ്റെ പേര് എഴുതുവാൻ കാരണം വേറെ ഒന്നുമല്ല, ഏക മനസ്സോടുകൂടി. നിങ്ങൾക്കറിയാം ഈ മിഷണറി യാത്രയിലൊക്കെ വളരെ കഷ്ടപ്പാടാണ്. അതും പൗലോസിൻ്റെ കൂടെ നിലനിൽക്കണമെങ്കിൽ, ആ വിളി അനുസരിച്ച് നിലനിൽക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നത് എന്തുവാ, എന്തിനാണ് ഇത്രയൊക്കെ ആത്മീയം? ലോകം സ്ഥിരം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഇത്രയൊക്കെ തീരുമാനം, എന്തിനാണ് ഇത്രയൊക്കെ ആത്മീയം? അവർക്ക് ദൈവ ഇഷ്ടവും ഒരു വിളിയും അവരുടെ മേൽ ഇല്ലാത്തതുകൊണ്ട് അവർ ചിന്തിക്കുമ്പോൾ, അവരുടെ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ്. ഒരാൾ പൗലോസ് ഇങ്ങനെ ആയതാണോ? ആ മൃഗത്തിൻ്റെ മേൽ അടിച്ച് താഴെ ഇട്ടിട്ട് ദൈവിക തേജസ് കാണിച്ച് ദൈവശബ്ദം കേട്ട് ദർശനവും കേട്ട് എന്നിട്ടും സമർപ്പിക്കാത്തതുകൊണ്ടായിരിക്കും കണ്ണങ്ങ് മൂടിപ്പോയി. എന്ത് ചെയ്തു? ചെതുമ്പൽ പോലെ തൻ്റെ കണ്ണങ്ങ് മൂടിപ്പോയി. നീ കാണണ്ട, നീ ദൈവസന്നിധിയിൽ നിൻ്റെ വിളി അനുസരിച്ച് നീ സമർപ്പിച്ചിട്ട് നീ എന്ത് ചെയ്താൽ മതി? കണ്ടാൽ മതി. നിനക്ക് കാണുമ്പോഴല്ലേ നിനക്ക് നിൻ്റെ ഒത്തിരി കഴിവുകളുണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ കർത്താവ് പൂട്ടിന്മേൽ പൂട്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ അവിടെ വെച്ചു. ശരിക്കും ഞാൻ ഇത്രമേ ഉള്ളൂ, എൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അനന്യാസിനെ ദൈവം അവിടെ അയച്ചു. തൻ്റെ വിളി ഒന്നുകൂടെ ഓർപ്പിച്ചു, താൻ സമർപ്പിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിനാൽ നിറച്ചു. സ്തോത്രം. ഉടനെ വീണ്ടും നമുക്ക് കാണാം, ഹല്ലേലൂയ, ആത്മാവ് തന്നെ അറേബ്യയിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷയിൽ അടുത്തുള്ള. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരാൾ ശുശ്രൂഷയ്ക്ക് ആ ദൈവ ഇഷ്ടമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ നമ്മളോട് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ നമ്മളത് ചെയ്തോണം. അപ്പോഴാണ് അടുത്തൊരു ലെവൽ ശുശ്രൂഷ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്നത്. നമുക്കിവിടെ അത് കാണുവാൻ കഴിയും. അതുകൊണ്ട് മറ്റുള്ള ഈ ആത്മീയ യാത്രയിൽ പൗലോസിൻ്റെ കൂടെ പലരും നിൽക്കാൻ ശ്രമിച്ചു. വചനത്തിൽ നമ്മൾ വേദനയോടുകൂടി ഓർക്കുന്നു മർക്കോസ്. പൗലോസ് ഒന്നും മിണ്ടിയില്ല. പൗലോസ് തിരിച്ച് മിഷണറി യാത്ര കഴിയുന്നവരെ കൊണ്ടുവന്നല്ലോ. ഞങ്ങൾ പലപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. ടീം വർക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. പോകുന്നത് എല്ലാം ഞങ്ങൾ ദൈവദാസന്മാരാണ് പോകുന്നത്. ആ വണ്ടിക്കകത്ത് കൊള്ളുന്ന ബാക്കിലെ സീറ്റുകൾ മുഴുവനും സൗണ്ട് സിസ്റ്റവും കാരിയറിലെല്ലാം അതൊക്കെ, ആ ജനറേറ്ററൊക്കെ ആയതുകൊണ്ട്, ലൈറ്റും ഒക്കെ ആയതുകൊണ്ട്, ആ ഫ്രണ്ടിലെ സീറ്റും രണ്ടാമത്തെ സീറ്റ് 5 പേരാണ് ഞങ്ങൾ സാധാരണ പോകുന്നത്. ഈ 5 പേരിൻ്റെ അകത്ത് ഞങ്ങൾ പലപ്പോഴും എല്ലാം ദൈവദാസന്മാരാണ്, സുവിശേഷകരാണ്. ഇതിൻ്റെ അകത്ത് ആ കൂട്ടത്തിൽ ഏറ്റവും ബലഹീനൻ്റെ മേൽ മിക്കവാറും പിശാച് കയറും. എന്നിട്ട് അവിടെ കിടന്ന് ഐക്യത കെടുത്തും. കിടന്നങ്ങോട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. വാഹനം ഓടുന്ന സമയത്തും ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത് വളരെ കഷ്ടപ്പാടാണ്. ശരീരത്തിന് ക്ഷീണമൊക്കെ ഉണ്ടാകും. പക്ഷേ ശരിക്കും കൃപയിൽ നിൽക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ബലം വരും. ഒരു അസുഖം പോലും വരാതെ കർത്താവ് കാക്കും. അതുപോലെ ബലം പകരും. ഞങ്ങൾക്ക് ഈ ഒരു യാത്ര, ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന യാത്ര സാധാരണ മിക്കവാറും 30 അല്ലെങ്കിൽ 40 ദിവസമാണ് കൂടുതൽ യാത്ര ചെയ്തുകൊണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വരാൻ പറ്റും. അതിങ്ങനെ പലയിടത്ത് പോയി പോയിൻ്റ് അടിച്ച് അവർ നമുക്ക് വേണ്ടി നോട്ടീസുകളൊക്കെ അയച്ചാൽ. പക്ഷേ ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ലാതെ
പലപ്പോഴും ഞങ്ങളുടെ പാടുന്ന സഹോദരന്മാരും കീബോർഡ് വായിക്കുന്ന സഹോദരന്മാരെയൊക്കെ ഞങ്ങൾ കയറ്റിവിട്ടിട്ടുണ്ട്. അല്ലാത്ത ആൾക്കാരും നാട്ടിൽ നിന്ന് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ സഭയിൽ ഒരു മൂപ്പനുണ്ട്, പുള്ളിയെ കൊണ്ടൊക്കെ എപ്പോഴും പ്രശ്നമാണ്. അവിടെ കിടന്നങ്ങോട്ട് അങ്ങോട്ട് പ്രഷർ കയറുന്ന പോലെ നമുക്ക് തോന്നി. എന്നിട്ട് അവിടെ കിടന്നങ്ങ് നമ്മുടെ ഐക്യത കെടുത്തും, നമ്മുടെ സന്തോഷം കെടുത്തും. ഞങ്ങൾ ഒരിക്കൽ 2 ദൈവദാസന്മാരെ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു, 2 പ്രായമുള്ള ദൈവദാസന്മാർ, രക്ഷയില്ലാഞ്ഞിട്ട്. കീബോർഡ് വായിച്ച സഹോദരനെ ഞങ്ങൾ ഒരിക്കൽ കൊണ്ടുവന്നു. 150 കിലോമീറ്റർ ദൂരെ ഓടിച്ച്, കാരണം റെയിൽവേ സ്റ്റേഷനൊന്നും അടുത്തില്ല, ഞങ്ങൾ ഉൾഗ്രാമത്തിലാണ്. ഓടിച്ചു കൊണ്ട് ആ സഹോദരൻ്റെ വണ്ടിക്കൂലിയും കൊടുത്ത് ടിക്കറ്റ് കൊടുത്തിട്ട് ടാറ്റാവർ. പിന്നെ ആ സഹോദരനെ കൊണ്ടുപോയിട്ടില്ല. വേറെ രക്ഷയില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പൗലോസ് എന്തുമായാലും മർക്കോസിനെ തിരിച്ചിങ്ങ് കൊണ്ടുവന്നു. മിഷണറി യാത്ര തീരുന്ന ഒരു സ്ഥലം വരെ, ഓരോ യാത്രയും പോയിട്ട് തിരിച്ച് യെരുശലേമിലോട്ടൊക്കെ വരുന്നത് നമ്മൾ കാണുന്നത്. അവിടെ കൊണ്ടുവന്നിട്ട് അടുത്ത യാത്രയിൽ അത് പൗലോസിനെ അറിയത്തുള്ളൂ അനുഭവിച്ചത് എന്തൊക്കെയാണ്. കാര്യം ആ കാഴ്ചപ്പാടിനോട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല. വേറൊന്നും അവിടെ വ്യഭിചാരം ചെയ്ത് കാണത്തില്ല, അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ വേറെ വലിയ പാപം, നമ്മളീ പറയുന്ന മരണകരമായ പാപമൊന്നും ചെയ്തില്ല. ഒരു കാഴ്ചപ്പാടിനോട് ചേർന്ന്, ആ വിളിയോട് ചേർന്ന് ഒന്നിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഒന്നിച്ച് ആത്മീയ യാത്രയിൽ യാത്ര ചെയ്യുവാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. അതൊരു വലിയ വചന സത്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചില്ല, ഈ വചനം നമ്മൾ ആഴത്തിൽ പ്രതിവാക്യമായിട്ട് വായിക്കുന്നു. ഇതുപോലുള്ള ഒത്തിരി ആഴങ്ങൾ ഈ വചനം കേൾക്കുന്ന വിഷയത്തിലും ഒരു വേർപാട് പാലിക്കണം. കൂട്ടായ്മകൾ, കൂട്ടം കൂടുന്നത് അല്ലെങ്കിൽ ഈ ആത്മീയരാ, വിശ്വാസികളാ, ബന്ധുക്കോസുകാരാന്ന് വിചാരിച്ചാൽ എല്ലാവരോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി കൂട്ടുകൂടാൻ പറ്റത്തില്ല. കാര്യം കാഴ്ചപ്പാടിൻ്റെ ആ പ്രോബ്ലം. അതറിയാതെ ആ ലൗകികത എന്ത് ചെയ്യും, നമ്മളെ ബാധിക്കും. കേൾക്കുന്ന എല്ലാ വചനവും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. അത് നമ്മളെ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മളെ മാറ്റിക്കളയും. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഓടിക്കുന്നവരല്ലേ നിങ്ങളൊക്കെ? ആ ഗൂഗിൾ മാപ്പിൽ ഒരു ചെറിയ വേരിയേഷൻ അതിൻ്റെ AI എഞ്ചിനോ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഇൻപുട്സ് വെച്ചിട്ട് ഒരു വേരിയേഷൻ വെച്ചാൽ, കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒത്തിരി പേര് കേട്ടില്ല, ഗൂഗിൾ മാപ്പ് വെച്ച് വണ്ടി ഓടിച്ച് അവിടെ പോയി നേരെ വെള്ളത്തിൻ്റെ അകത്ത് പോയി. എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇത്ര ആക്യുറേറ്റ് ആകുന്നതിന് മുമ്പേ പല പ്രാവശ്യം ഗൂഗിൾ മാപ്പ് ഇച്ചിരി ഒരു ഗ്രാമ ഏരിയയിലോട്ട് പോകുമ്പോൾ തിരിയേണ്ട ടേണിങ്ങിന് മുമ്പേ പറയും ടേൺ ചെയ്യാൻ. ഞങ്ങൾ ഒരു മീറ്റിങ്ങിന് പോകേണ്ടത് ഞങ്ങളൊരു 3/4 മണിക്കൂർ ഞങ്ങൾ താമസിച്ചു. കാര്യം പോയിട്ട് പിന്നെ ഒരിക്കൽ തെറ്റിയാൽ അതിങ്ങനെ ഇൻപുട്ട് ഇട്ട് അതിൻ്റെ വിചാരം അത് അപ്പുറത്ത് കയറി അങ്ങനെ ചേരാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ നമ്മളെ കറക്കിക്കൊണ്ട് പോകും. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും സംഭവിക്കും. ഒരല്പം ദർശനത്തിൽ നിന്നോ കാഴ്ചപ്പാടിൽ നിന്നോ മാറിപ്പോയാൽ ചെല്ലേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യത്തില്ല, ലക്ഷ്യസ്ഥാനം ഒന്നേ ഉള്ളല്ലോ, കർത്താവ് വസിക്കുന്ന സ്ഥലത്ത് ചെല്ലുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആവുന്നത് ബർന്നബാസാണ് തന്നെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയത്, ശുശ്രൂഷയിൽ കൊണ്ടുവന്നത്, ഒത്തിരി കാര്യങ്ങൾ ഉപകാരം ചെയ്ത ശുശ്രൂഷയിൽ ആദ്യഘട്ടത്തിൽ പൗലോസ് ആരുമല്ലാഞ്ഞ സമയത്ത് തന്നെ കൈക്ക് പിടിച്ച് ശുശ്രൂഷയിൽ ബലപ്പെടുത്തിയ ഒരു വ്യക്തിയെ ബർന്നബാസ്. താൻ പറഞ്ഞിട്ട് പോലും മർക്കോസിനെ എന്ത് ചെയ്തില്ല. അടുത്ത മിഷണറി യാത്രയിൽ ഞാൻ ഒത്തിരി പറഞ്ഞു, ബർന്നബാസ് പിണങ്ങി. ബർന്നബാസ് മർക്കോസിനെയും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയി, പൗലോസ് ശീലാസിനെയും കൊണ്ട് അടുത്ത മിഷണറി യാത്ര. ബൈബിളിൻ്റെ അകത്ത് ഏത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബർന്നബാസും മർക്കോസും പോയി യാത്രയെപ്പറ്റി എഴുതിയിട്ടില്ല. വീണ്ടും അടുത്ത പൗലോസ്. അപ്പം നമ്മൾ വിചാരിക്കും അവിടെ പൗലോസ് ഒരു ഉടക്കം ഉണ്ടാക്കിയത്, പൗലോസ് ഒന്ന് ക്ഷമിച്ചാൽ എന്നാ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ബൈബിളിൻ്റെ അകത്ത് എന്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അടുത്ത പൗലോസ് ഷീലാസുമായിട്ട് പോയ യാത്രയെപ്പറ്റി മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചപ്പാട്, കേൾക്കുന്ന വിഷയത്തിലുള്ള വേർപാട്, കൂട്ടായ്മയ്ക്കുള്ള വേർപാട്, അത് ആൾക്കാരോട് പിണങ്ങുന്നൊന്നുമല്ല. അത് കറക്റ്റായിട്ട് പാലിച്ചാൽ മാത്രമേ കർത്താവ് നമ്മളെ വീണ്ടും പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? ഈ ഒരു വലിയ സമൂഹത്തിൻ്റെ അക്നോളജ്മെൻ്റ് ആണോ വേണ്ടത്, അതോ കർത്താവ് നിങ്ങളെ ഗൈഡ് ചെയ്യണോ? ഞാനിതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മുൻപോട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ശുശ്രൂഷയിൽ വളരണമെങ്കിൽ ഇത് മാത്രമേ ദൈവ ഇഷ്ടത്താൽ എന്ന് പറഞ്ഞു. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇസ്രായേൽ മക്കൾക്ക് പോലും ആ മരുഭൂമി യാത്രയിൽ യോശുവയുടെയും കാലേബിൻ്റെയും ഒന്നും ഇതിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ മോശം ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ യോശുവയും കാലേബും മാത്രമേ കനാനിലെത്താനുള്ള കാരണം എന്നാ, അവരെ കറക്റ്റ് ദൈവത്തിൻ്റെ വേറിട്ടൊരു ആത്മാവുള്ളവരായിരുന്നു. മറ്റുള്ളവർക്ക് ആ കാഴ്ചപ്പാട് പ്രകാരം പോകുവാൻ കഴിയാത്തവർക്കൊന്നും ഈ മരുഭൂമി യാത്രയിൽ ഒന്നിച്ച് ചേർന്ന് പോകുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരൊക്കെ മരുഭൂമിയിൽ പട്ടുപോയി. നമ്മൾ കാണുന്നത് എന്തുവാ, ഈ മരുഭൂമി യാത്രയിൽ പട്ടുപോയി. അപ്പം നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇതേത് യാത്രയാണ്? ഹൈവേ യാത്രയാണോ? അല്ല,
ഇത് മരുഭൂമി യാത്രയിലാണ്. ഈ മരുഭൂമി യാത്രയിൽ പട്ടുപോകാതിരിക്കണമെങ്കിൽ കനാനിൽ ചെന്നെത്തണമെങ്കിൽ ഇച്ചിരി പാടാണ്. പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ പോകണം. ലെറ്റ് us all be led by the Spirit of God. പരിശുദ്ധാത്മാവിൻ്റെ ആ നടത്തിപ്പിനായിട്ട് നമ്മളെ തന്നെ സ്തോത്രം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ അല്ലെങ്കിൽ സഭയോട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ല. പലർക്കും ആഗ്രഹമുണ്ടെങ്കിൽ പറ്റുന്നില്ല. ഒരു കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഒന്നിച്ചു ചേർന്ന് മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു വചന സത്യമാണ്. അതാണ് നമ്മൾ ഇവിടും കാണുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഞാനൊക്കെ വളരെയധികം ആൾക്കാരെ ചേർത്ത് നിൽക്കുവാനും, നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൾക്കാരെ ചേർത്ത് നിൽക്കുവാനും ഒന്നിച്ച് വീണ്ടും ചേർന്ന് യാത്ര ചെയ്യുവാനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി താഴ്ന്ന് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയും വിളിക്കുകയും എന്തെങ്കിലും ഹെൽപ്പ് വേണ്ട, എന്തെങ്കിലും ആത്മീയ സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ എന്നാ വിഷയം എന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. പക്ഷെങ്കിൽ കഴിയാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഒരു കാഴ്ചപ്പാട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മളൊക്കെ അവസാനം വരെ ആരും കാഴ്ചപ്പാട് മാറിപ്പോകാതെ ഒരേ കാഴ്ചപ്പാട് നിൽക്കട്ടെ. രണ്ടാമത്തെ വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുവാനും ദൈവ ഇഷ്ടപ്രകാരം മുൻപോട്ട്, ബൈ ദ വിൽ ഓഫ് ഗോഡ് നിർദ്ദേശിക്കുന്നത്, ദൈവ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഒത്തിരി കൃപയും സമാധാനവും വേണം. ഇതാർക്കാ എഴുതിയിരിക്കുന്നതെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? വിശുദ്ധന്മാർക്കില്ലേ? കൊലോസ്യയിലുള്ള എല്ലായിടത്തും എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് ദൈവസഭയെ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ റെഫറൻസ് വേണേൽ നോട്ട് ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തി 9:13 ഒന്ന് വായിച്ചു. ആക്ട്സ് 9:13. സെയിൻസ് എന്ന് ആദ്യമായിട്ട് ബൈബിൾ, ഹോളി ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവിടാണ്. വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്ത മനുഷ്യനാണെന്നറിയാവും ഇപ്പോൾ അപ്പോസ്തലനായിട്ടിരിക്കുന്ന പൗലോസ്, അല്ലെ അന്നത്തെ ശൗൽ. അപ്പം പെന്തിക്കോസുകാർക്ക് ദോഷം ചെയ്തു എന്നാണോ അവിടെ എഴുതിയിരിക്കുന്നത്? സ്നാനപ്പെട്ടവർക്ക് ദോഷം ചെയ്തു എന്നാണോ അവിടെ എഴുതിയിരിക്കുന്നത്? അല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടി. പെന്തിക്കോസുകാരൊന്നും അല്ല കർത്താവിന്. സ്നാനപ്പെട്ടവർ എന്നൊന്നും അല്ല. ഇന്ന സഭയുടെ പേര് നമ്മൾ വിളിക്കും, പക്ഷെ ഇതൊന്നും അല്ല കർത്താവിന് വിഷയം. കർത്താവിന് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. അതേതാ? എല്ലാ സഭയിലും ഉണ്ട് വിശുദ്ധന്മാരും ലൗകികരും. ലൗകികരുടെ ഫോക്കസ് എപ്പോഴും ലോകം, എൻ്റെ കാര്യം, എൻ്റെ ശരീരം, എൻ്റെ സുഖം, ദ വേൾഡ്ലി. ലൗകികൻ ഇനിയും ലൗകികനായി തീരട്ടെ. അതിനാണ് വെളിപ്പാട് പുസ്തകത്തിൽ എന്തു പറഞ്ഞാൽ നിർത്തുന്നത്? വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ക്രോപ്പിംഗ് ഉണ്ട് ദൈവമക്കളെ. എനിക്കിഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കർത്താവ് എന്തു ചെയ്യും? ചെത്തിക്കളയും. അവിടെ അതാ വിശുദ്ധീകരണം. കർത്താവ് എന്നെ ഷേപ്പ് ചെയ്ത് എൻ്റെ ഇഷ്ടം ഒന്നും നടക്കത്തില്ല. കർത്താവ് ബൈ ദ വിൽ ഓഫ് ഗോഡ്, ദൈവ ഇഷ്ടത്താൽ ഞാൻ വിശുദ്ധനായി തീർന്ന എന്തുവാ? നമ്മളാരും വിശുദ്ധരാണോ? ഇവിടെ നമ്മളൊക്കെ മനുഷ്യരല്ലേ. മനുഷ്യരാകുമ്പോൾ കുറവുകളൊക്കെ വരത്തില്ല. പക്ഷെ നമ്മുടെ മേലുള്ള വിളി എന്തുവാണ്? വിശുദ്ധനായി തീരുവാനാണ്. നിങ്ങൾ മറന്നു പോകില്ല. അവിടെ നമ്മളെ പരിശുദ്ധാത്മാവ് വിളിക്കുന്ന എന്തുവാ? ഇന്ന സഭക്കാരെ എന്നല്ല, വിശുദ്ധന്മാരെ. ഓരോ ദേശത്ത് നമ്മളെ ആക്കിയിരിക്കുന്നത് എങ്ങനെ? ഓരോ റോട്ടിൽ നമ്മളെ ആക്കിയിരിക്കുന്ന ആരായി നിൽക്കുവാനാണ്? മറന്നു പോകല്ലേ, വിശുദ്ധന്മാരായി നിൽക്കുവാൻ. അപ്പം ഇവിടും സ്തോത്രം, ഹല്ലേലൂയ, വിശുദ്ധൻ. മറ്റുള്ളവരൊക്കെ സാധാരണ വിശ്വാസി എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോസ്തലൻ ഓരോ സഭയിൽ ഓർപ്പിക്കുന്നുണ്ട്. ഓരോ സഭയോട് എഴുതുമ്പോൾ ആ ദേശത്തെ ദ ഫെയ്ത്ത്ഫുൾ ബ്രദേഴ്സ് അല്ലെങ്കിൽ വിശ്വസ്തർ, വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവർക്ക് കൃപയും സമാധാനം. 3-ാമത്തെ വാക്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം താഴോട്ട് വായിച്ചോ. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഇംഗ്ലീഷിൽ ഇത് 3, 4, 5 എന്ന് വരുന്നു. മലയാളത്തിൽ 5-ാമത്തെ വാക്യമാണ് നേരെ 3-ാമത്തെ വാക്യമായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ഓർഡറിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് 3, 4, 5 ഒന്നിച്ച് ചിന്തിക്കാം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വസ്തരായി തീരുവാനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുന്നു. 1, ക്രിസ്തുവിലുള്ള വിശ്വാസം നിലനിൽക്കുവാൻ. 2, നിങ്ങളുടെ പ്രത്യാശ മാറിപ്പോകാതിരിപ്പാൻ. ഈ 2 വിഷയം അവിടെ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും. എല്ലായിടത്തും എഴുതിയിരിക്കുന്ന പോലെ ഇവിടും എഴുതിയിരിക്കുക. സ്തോത്രം. അതുപോലെ തന്നെ സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതിലേറ്റവും വലുത് സ്നേഹമാണ്. നിലനിൽക്കുന്ന 3 എണ്ണേ ഉള്ളൂ. എന്തുവാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് പ്രെയർ ഹോളായിട്ട് പണിതതാണ്. നിലനിൽക്കുമോ?
കാൾ ഊതുമ്പോൾ എന്ത് ചെയ്യും? തകർന്നു പോകുന്നേ. ഒരു ബിൽഡിങ്ങും നിലനിൽക്കത്തില്ല, ഒരു ലോകത്തിലെ പണിയും നിലനിൽക്കത്തില്ല, നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയും നിലനിൽക്കത്തില്ല. നിലനിൽക്കുന്ന 3 എണ്ണം മാത്രമേ ഉള്ളൂ. വചനം എന്തോ പറയുന്നത്? വിശ്വാസം. ഈ നിലനിൽക്കാത്തതിന് വേണ്ടി എന്തിനാ ഒത്തിരി മനസ്സങ്ങോട്ടിട്ട്? ഇവിടുത്തെ സമ്പത്ത് നിലനിൽക്കത്തില്ല, ആരോഗ്യം നിലനിൽക്കത്തില്ല, ഈ ശരീരം നിലനിൽക്കത്തില്ല. പുറമേയുള്ള ശരീരം, അഹമയുള്ള ശരീരം മാത്രമേ നിലനിൽക്കുന്നതുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ അവിടെ ഞങ്ങൾ ഇന്നലെയും പോയി, മിനിഞ്ഞാന്ന് പോയി, വീട്ടിൽ നിന്ന് പോയി അവർ ഒരു 6 പേപ്പർ ഗ്ലാസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്രോഡ്വേ പോയാൽ ഇത് വില കുറച്ച് കിട്ടും. കാര്യം വേറെ ഒന്നുമല്ല, ഒരു പ്രാവശ്യം കുടിക്കാനേ ഉള്ളൂ. ദൈവമക്കളാണെങ്കിൽ നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, ഓരോ വട്ടം കുടിച്ചിട്ടും കളയുക. ചൂടുവെള്ളമൊക്കെ എടുക്കാൻ 2 ഗ്ലാസ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്തുവാ, ഇതുപോലാണോ ഇവിടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ തിരുവത്താഴത്തിൻ്റെ ഈ ജഗ് ഗ്ലാസ് അല്ല, ഇത് ക്രിസ്റ്റലാണ്. 1 മാസത്തെ ശമ്പളം ഉണ്ട് അതിൻ്റെ വില, അന്നത്തെ വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ അത്രയും വിലയുള്ള സാധനമാണ്. അപ്പം ഈ ക്രിസ്റ്റൽ ഇവിടെ നിങ്ങൾ ചെന്ന ലൂലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ ക്രിസ്റ്റലിൻ്റെ ചില ഏരിയ ഉണ്ട്. അപ്പം ഈ വിലയുള്ള ക്രിസ്റ്റൽ ഗ്ലാസ്സിന് ഞാനിവിടെ നാട്ടിൽ തന്നെ ലൂലു നോക്കിയപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ക്രിസ്റ്റൽ ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ്സിന് 2500 രൂപയാണ്. ഏറ്റവും ഒരു ഡിസൈനൊന്നും ഇല്ലാത്ത, ഗ്ലാസ് കട്ടല്ല, ജസ്റ്റ് ഡിസൈനൊന്നും ഇല്ലാത്ത ക്രിസ്റ്റൽ ഗ്ലാസ്സിന് 2500 രൂപ അവിടെ ലൂലുള്ളൂ. വിദേശത്തും അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാൻസിലുള്ള ഇത് അക്രോപാലും അങ്ങനെയൊക്കെയുള്ള കമ്പനീസിന്, അപ്പോൾ ഫ്രാൻസിലൊക്കെയുള്ള ഓരോ കമ്പനീസിന് ഭയങ്കര വിലയാണ്. അപ്പോൾ ഈ വിലയുള്ള ഒരു സാധനം, ഒരു ഗ്ലാസ് സൂക്ഷിക്കുന്ന പോലൊന്നും അല്ല ഈ പേപ്പർ ഗ്ലാസ്. നമ്മളെങ്ങനെയാണ് ഇത് ഉപയോഗിച്ചു? കാര്യം ഡിസ്പോസിബിളാണ്, അത് താൽക്കാലികമാണ്. അത് ഉപയോഗിച്ച് കുടിച്ചു, നമ്മൾ ചുളുക്കി കളഞ്ഞു. നമ്മുടെ ഈ ലോകത്തിലെ ബന്ധങ്ങൾ എന്തുവാണ്? താൽക്കാലികമാണ്. കുടുംബ ബന്ധം പോലും എന്തുവാണ്? ഭാര്യ ഭർത്താവ് മക്കളുമായിട്ടുള്ള ബന്ധം എന്തുവാണ്? പറയാൻ വിഷമമാണ്, പക്ഷെ പറഞ്ഞോ, അതിന് പവറൊന്നും ഇല്ലായിരുന്നു പറഞ്ഞപ്പം. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും കർത്താവ് പറയുന്നു താൽക്കാലികമാ. യേശുവുമായിട്ടുള്ള ബന്ധവും നമ്മുടെ നിത്യഭവനവുമായിട്ടുള്ള ബന്ധം എന്തുവാ? നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സ്വന്തം വീടായിരിക്കും, ഇന്ന് താമസിക്കുന്നിടത്ത് ആയിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങൾ കുറച്ച് വർഷം കഴിഞ്ഞ് താമസിക്കുന്നത്. ഇന്നായിരിക്കുന്ന ദേശത്തായിരിക്കത്തില്ല നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് ആയിത്തീരുന്നത്. എത്ര ഞാനിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കർത്താവാണ് തീരുമാനിക്കുന്നത്. കർത്താവ് തീരുമാനിക്കട്ടെ, കർത്താവിൻ്റെ തീരുമാനം ഏറ്റവും ശ്രേഷ്ഠമല്ലേ. അപ്പം ഈ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും താൽക്കാലികമാണ്, സ്വർഗവുമായിട്ടുള്ള. അതുകൊണ്ടാണ് ആ പ്രത്യാശ മാറിപ്പോകല്ല. പ്രത്യാശയാണ് നമ്മളെ അവിടെ കൊണ്ട് എത്തിക്കുന്നത്. പിന്നെ അടുത്തത് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ത് ചെയ്യില്ല? മാറിപ്പോകൽ. ഈ 2 കാര്യങ്ങൾ, വിശ്വാസം. നിങ്ങൾ ഓർത്തോണം ദൈവമക്കളെ, ക്രിസ്തു രോഗം വന്നാൽ സൗഖ്യം എവിടെ നിന്നാ? പറയാൻ വിഷമമുണ്ട്, കാരണം കർത്താവിലൊക്കെ ആശ്രയിക്കാൻ ഈ കാലഘട്ടത്തിൽ വലിയ പാടാണ്. പക്ഷേ സൗഖ്യം എവിടെ നിന്നേ ഉള്ളൂ? യേശുവിൽ നിന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ കെമിക്കൽ കാര്യങ്ങൾ കഴിച്ചിട്ട് ഒരു കെമിക്കൽ ബാലൻസ് ഒക്കെ ചെയ്തിട്ട് തൽക്കാലം അതിനൊരു ശമനം കൊടുക്കാമെന്നേ ഉള്ളൂ. സൗഖ്യം യേശുവിൽ നിന്നേ ഉള്ളൂ, വിടുതൽ യേശുവിൽ നിന്നേ ഉള്ളൂ, ജീവൻ യേശുവിൽ നിന്നേ ഉള്ളൂ. സമാധാനം, സന്തോഷം പണം നൽകാൻ കഴിയത്തില്ല. സമാധാനവും സന്തോഷവും യേശുവിൽ നിന്നേ ഉള്ളൂ. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? അതിനി അഭിഷേകമാണെങ്കിലും, അതിനി സ്വർഗീയ നന്മകളാണെങ്കിലും, അതിനി കൃപാവരങ്ങളാണെങ്കിലും, അത് ശുശ്രൂഷയാണെങ്കിലും, സാത്താൻ്റെ മേൽ ഈ ഭൂതത്തെയൊക്കെ ഇറക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭൂതം അടിക്കും നമ്മളെ. ഭൂതം കിടന്ന് സീൻ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഭൂതം ഞങ്ങൾ ഒരിക്കൽ ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഒരു ഭവനത്തിൽ ഒരു ഹിന്ദുവിൽ നിന്ന് വിശ്വാസി വന്നതാണ്. പക്ഷേ സ്നാനപ്പെട്ട് കഴിഞ്ഞ് പുള്ളി വിഗ്രഹാർപ്പിതം കഴിക്കാൻ പോയി. അത് പിന്നീട് ആ ഭൂതം തന്നെ ആ ശക്തി പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, അവിടെ കിടന്ന് ഞാൻ നോക്കിയപ്പോൾ ആ ഭവനത്തിലെ ടീപ്പോയൊക്കെ എടുത്തിട്ട് പുള്ളി നടുവ് തന്നെ അങ്ങ് പിശാച് അങ്ങ് അടിച്ചോടിക്കുക. അവിടെ കിടന്ന് ചെറിയ സീനല്ല, സാധനങ്ങളൊക്കെ ലിവിങ് റൂമിൽ നിന്ന് മാറ്റി. പുള്ളിയുടെ ആരോഗ്യം, ഞങ്ങളവിടെ അന്ന് 5-6 പേരായി മനുഷ്യനെ ഒന്ന് ഒതുക്കാൻ നോക്കിയിട്ട് ഒരു വട്ടം ഇങ്ങനെ എടുത്ത് ചാടുമ്പോൾ എല്ലാവരും അങ്ങ് തെറിച്ചു പോവാം. അപ്പോൾ ഈ ഭൂതവും പിശാചും ഒക്കെ കയറിക്കഴിഞ്ഞാൽ വലിയ ആരോഗ്യമാണ്. പക്ഷേ നമ്മൾ ആ ഭൂതത്തെ ശാസിക്കുന്ന നമ്മുടെ ആരോഗ്യം കൊണ്ടാണോ? എനിക്ക് ഭയങ്കര ധൈര്യമുള്ളവനാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അടിച്ചു പൊട്ടിക്കും ഭൂതം. നമ്മൾ പിന്നെ എന്തിലാണ് നമ്മൾ ഭൂതത്തെ ഒതുക്കുന്നത്? ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം. ആണോ ദൈവമക്കളെ? ഒരു കൂടോത്രം നിങ്ങൾക്കെതിരെ ഒരു കാര്യം ചെയ്താൽ അത് എനിക്ക് ഫലിക്കത്തില്ല എന്ന് കർത്താവിൽ ആശ്രയിച്ച് പറയുവാൻ കഴിയുന്നത് എന്തിലാ? ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം. മന്ത്രവാദം നമുക്ക് ഏക്കാത്തത് എന്തുകൊണ്ടാണ്?
ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം വളർന്നു വരുന്നതനുസരിച്ച് പിന്നെ നമ്മൾ ലോകത്തെ ഭയക്കത്തില്ല, ലോകത്തെ പ്രസാദിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സഭയോട് പറഞ്ഞത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിൽ വളർന്നു വരട്ടെ. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്ന പ്രത്യാശയുടെ ഭാഗം കൂടെ ഒന്ന് വായിച്ച്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. ഈ വിശ്വാസം, ദൈവസ്നേഹം, പ്രത്യാശ ഇതൊന്നും പഠിപ്പിക്കേണ്ട വിഷയമല്ല. പാസ്റ്റർ എന്തിനാണ് പ്രത്യാശയെ പറ്റി പഠിപ്പിക്കുന്നത്? ഞങ്ങൾക്കൊക്കെ പ്രത്യാശ ഉണ്ടല്ലോ. പക്ഷേ ഈ പ്രത്യാശ ഒന്ന് മാറിപ്പോയാൽ, സദൃശവാക്യം 13-ാം അധ്യായത്തിൽ എഴുതിയേക്ക് നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷ് പറയുന്നത് ഇങ്ങനെയാണ്, ഡിഫേർഡ് ഹോപ്പ് മേക്സ് യുവർ ഹാർട്ട് സിക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ആശാ വിളംബരം എന്നാണ് പറയാം മലയാളത്തിൽ. POCയിലൊക്കെ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ആശ മാറിപ്പോയാൽ, നിങ്ങളുടെ പ്രത്യാശ മാറിപ്പോയാൽ, മലയാളം ബൈബിൾ എഴുതിയേക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ അതെന്ത് ചെയ്യും? ക്ഷീണിപ്പിക്കും. ഈ ആത്മീയ കാര്യത്തിന് താല്പര്യം കുറഞ്ഞു പോകുന്നത് എന്നാണെന്നറിയാം. ദൈവമക്കൾക്കൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്ത് ജീവൻ നൽകാൻ റെഡിയായിരുന്നു. ഇച്ചിരി കഴിഞ്ഞ് ആത്മീയ കാര്യത്തിന് താല്പര്യം കുറയുകയും ഭൗമിക കാര്യത്തിന് താല്പര്യം കൂടുകയും. ഇത് ബാലൻസ് പോലെ, ത്രാശ് പോലെ. അപ്പോൾ ആത്മീയ കാര്യത്തിന് താല്പര്യം കൂടുമ്പോൾ ലോകത്തിലെ വിഷയത്തിന് നമുക്ക് താല്പര്യം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അത് പൗലോസ് അപ്പോസ്തലൻ താൻ നല്ല ആത്മീയ അല്ലെങ്കിൽ ആത്മാവിൽ നമ്മൾ എൻകറേജ് ചെയ്യണം. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മാവിൽ ഞാൻ ക്ഷീണിക്കുമ്പോൾ എനിക്ക് ലോകത്തിലെ വിഷയത്തിന്, ഭൗമിക വിഷയത്തിന് താല്പര്യം കൂടും. ആത്മീയ എന്ന് വെച്ചാൽ ബൈബിൾ പറയുന്ന പോലെ എൻ്റെ പ്രത്യാശ മാറിപ്പോയി. സ്വർഗത്തിലെ പ്രത്യാശയല്ല, ഈ ലോകത്തിലെ പ്രത്യാശയായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കും. ഒത്തിരി വാക്യങ്ങളാണ് ബൈബിളിൻ്റെ അകത്ത് പ്രത്യാശ. തീത്തോസിൻ്റെ ലേഖനത്തിൽ എഴുതിയേക്കുന്ന ഈ ഭാഗ്യകരമായ പ്രത്യാശ, ഈ സ്വർഗീയ പ്രത്യാശയെപ്പറ്റി എന്തു എഴുതിയിരിക്കുന്ന? നിങ്ങൾ പറയും എനിക്ക് വിദേശത്തോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുമോ, അത് വലിയ ഭാഗ്യകരമായ, അത് ഓർത്ത് പ്രത്യാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ പുഴു കൊണ്ടുപോകും, ഇതൊന്നും നിലനിൽക്കത്തില്ല. ദ്രവ്യാഗ്രഹം നമ്മളെ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റിക്കളയും. സ്തോത്രം. ദിവ്യാഗ്രഹയെപ്പറ്റി യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, വലിയ നാശം അവർക്ക് വരാൻ പോകുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. അനേകരിത് മോഹിച്ച് അതിൽ നിന്ന് കർത്താവിൻ്റെ കൃപയിൽ നിന്ന് വിട്ടുപോയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ വിഷയമൊക്കെ നമ്മളെ മാറ്റിക്കളയുമ്പോൾ സ്വർഗീയ പ്രത്യാശയെപ്പറ്റി തീത്തോസ് ആ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്നത് ഈ ഭാഗ്യകരമായ പ്രത്യാശ, ദിസ് ബ്ലെസ്സഡ് ഹോപ്പ്. സ്വർഗീയ പ്രത്യാശ എന്തുവാണ്? ഞാൻ പറഞ്ഞില്ലേ, ആ പ്രത്യാശ കുറഞ്ഞു പോകുമ്പോഴാണ് പിന്നെ ആത്മീയ വിഷയമൊക്കെ വലിയ പ്രശ്നം. അതൊക്കെ ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുമ്പോൾ ആയിപ്പോവുക. അങ്ങനെ ശരീരത്തിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ നമുക്ക് ക്ഷീണം വരുമ്പോൾ അല്ലെങ്കിൽ കോട്ടുവായുടെ അർത്ഥം എന്തുവാ? ശരീരത്തിന് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു ഓഫർ ഉണ്ടെന്നോ, അവിടെ 50% സെയിലൊക്കെ നടക്കുമോ ലൂലൂല്, ഇന്നൂടെ ഉള്ളൂ. പകുതി വിലയ്ക്ക് സാധനം കിട്ടുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയമോ, അല്ലെങ്കിൽ നിനക്കൊരു വലിയ നന്മ വരുന്നോ, എല്ലാവരും എന്തൊരു ശബ്ദമൊക്കെ ഇവിടെ നിന്ന് കേട്ടേനെ. ഓളൊക്കെ ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല. കാര്യം ഇവിടെ കാണാത്ത കാര്യത്തെ പറ്റിയല്ലേ പാസ്റ്റർ പറയുന്നത്. പാസ്റ്ററിന് എൻ്റെ ചേട്ടത്തിനും ആഗ്രഹം എന്തുവാ? പാസ്റ്ററും മനുഷ്യനാണേ, ഞാനും നിങ്ങളുടെ കൂട്ടാണ്. എൻ്റെ ചേട്ടത്തിനും ആഗ്രഹം എന്തുവാ? ഈ ലോകത്തിലെ നന്മയാണ്. പക്ഷെ ഉള്ളിലൊരു ആത്മീയ മനുഷ്യനുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഉണരുന്നതില്ലേ. ഈ ജഡം മണ്ണിനോട് ചേരും. അതുകൊണ്ട് ഈ മണ്ണ് പറയുന്ന കേൾക്കണ്ട. സ്തോത്രം. ഈ അഹത്തെ മനുഷ്യനാണ് വളർന്ന് സ്വർഗീയ ശരീരം പ്രാപിച്ച് കർത്താവിനോടുകൂടി വസിക്കേണ്ടത്. നമുക്കറിയാവുന്ന വാക്യമെങ്കിലും 1 കൊരിന്ത്യർ 15:19, 1 Corinthians 15:19. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യനേക്കാൾ എത്ര വ്യക്തമാണ്. നിങ്ങൾക്കറിയാവുന്ന വാക്യം, എല്ലാവർക്കും കാണാപ്പാടുള്ള വാക്യം. എന്നെ അറിഞ്ഞുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്ത് അറിഞ്ഞുകൊണ്ട് വായിപ്പിച്ചത്. നമ്മൾ ഈ ആയുസ്സിൽ, കാര്യം ഞാനതങ്ങ് പറഞ്ഞു പോകുമ്പോൾ എന്തോ പാസ്റ്റർ പല വചനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ആ ബൈബിൾ വായിക്കുമ്പോൾ ഒരു ദൈവഭയം വരാൻ വേണ്ടിയാണ്. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ഈ ആയുസ്സിൽ, ദിസ് ലൈഫ്, ഈ നമ്മളിപ്പം ജീവിക്കുന്ന എൻ്റെ ഈ ജീവിതം, മൈ കരിയർ, മൈ ലൈഫ്, മൈ ഫ്യൂച്ചർ എന്നൊക്കെ പറയുമല്ലോ ലോക മനുഷ്യൻ വലിയ അവരുടെ ബുദ്ധിയിൽ ആശ്രയിച്ച്. ഈ ജീവിതം, ഈ ആയുസ്, നിങ്ങൾ ഈ ആയുസ്സിലാണ് നിങ്ങളുടെ പ്രത്യാശ, ഈ ലോക ജീവിതത്തിലാണ് നിങ്ങളുടെ പ്രത്യാശ എങ്കിൽ ബ്ലെസ്സഡ് എന്നല്ല അവിടെ എഴുതിയേക്കുന്ന, വെറും 2 അടി കിട്ടും എന്നല്ല എഴുതിയിരിക്കുന്ന, നിങ്ങൾ സകല മനുഷ്യനേക്കാൾ അരിഷ്ടൻ. യു ആർ ദ മോസ്റ്റ് പിറ്റിഫുൾ മാൻ ഓൺ ദിസ് എർത്ത് എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്ന, സത്യദൈവം പറയുന്നത്. ഇത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന അരുളപ്പാടാ വചനത്തിനകത്ത് എഴുതിയിരിക്കുക. ഇനി ഞാൻ നിങ്ങളുടെ കാര്യം പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യമായിട്ടങ്ങ് പറയാം.
ഒരു ഉദാഹരണം പറയാം. ഞാൻ അറിയാതെ ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഞാൻ ആത്മീയമായിട്ട് ക്ഷീണിച്ചു എന്ന് വെച്ചോ, ഞാൻ ഈ ലോകത്തിലെ എൻ്റെ ഈ ആയുസ്സിലെ കാര്യത്തിലാണ് എൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ ആഗ്രഹവും എൻ്റെ പ്ലാനും വാട്ട് ഐ വർക്ക് ഔട്ട്, എൻ്റെ ലക്ഷ്യം എൻ്റെ ആഗ്രഹവും ഒക്കെ ഈ ലോകത്തിലെ പ്രത്യാശയാണെങ്കിൽ കർത്താവ്, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന് ചിന്തിച്ചാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ കോടികൾ കയ്യിലുണ്ടെങ്കിലും, ലക്ഷങ്ങൾക്ക് വിലയില്ലല്ലോ, അതുകൊണ്ടാണ് കോടികൾ എന്ന് പറഞ്ഞത്, കോടികൾ കയ്യിലുണ്ടെങ്കിലും അല്ലെങ്കിൽ കർത്താവ് പറയുന്നു യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മാൻ. നിങ്ങളെപ്പറ്റി ഒരു വിളിയുമുണ്ട്, ലോകമനുഷ്യരെ പറ്റിയല്ല. അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയ്ക്കും കർത്താവിൻ്റെ വിളിയില്ലാത്തവരല്ല, ആ മണവാട്ടിയെ തീരുവാൻ ഉള്ള വിളി ഉള്ളവരെ പറ്റി ഞാൻ പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് കർത്താവിൻ്റെ ആ വിളി ഉണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും വചനം കേട്ട് വീണ്ടും ജനനം പ്രാപിച്ചതാണെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ആയുസ്സിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ സകല മനുഷ്യനേക്കാൾ അരിഷ്ടൻ എന്ന് പറയുമ്പോൾ അറിയാതെ നമ്മുടെ ജഡം ചിന്തിക്കുമ്പോൾ ഓർത്തോണം, എബ്രായലേഖനം 10-ാം അധ്യായത്തിലൊക്കെ എഴുതിയിരിക്കുന്ന ആ നല്ല പ്രത്യാശത്തിൻ്റെ സ്വീകാര്യം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ, പ്രത്യാശയുടെ സ്തോത്രം, പൂർണ്ണ നിശ്ചയം പൂണ്ട്. സോ അവിടെയൊക്കെ എഴുതിയൊക്കെ ചെയ്യാൻ എബ്രായലേഖനത്തിനകത്ത് ഒത്തിരി പ്രത്യാശയെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അവിടെയൊക്കെ പ്രത്യാശ സ്വർഗീയ പ്രത്യാശയെപ്പറ്റി എഴുതിയിട്ട് ഒരു വാക്യം കൊടുത്ത് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യം. 1 John chapter 3 verse 2 and 3. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കും. ആ വാചനമൊക്കെ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് ഏകാഗ്രതയോടുകൂടി, ഇപ്പോഴൊക്കെ നമ്മൾ പല ഏകാഗ്രത കിട്ടുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ശബ്ദങ്ങൾ ഒക്കെ വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഒന്ന് വീട്ടിൽ ചെന്ന് നിങ്ങളുടെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഗോ ഇൻ ടു യുവർ റൂം, ഷട്ട് ദ ഡോർ, മുറി അടച്ചിട്ട്. വേറെ ആരെങ്കിലും അവിടെ നമ്മുടെ മുറിയിൽ ആരെങ്കിലും ഞാനൊന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കലെന്ന് പറഞ്ഞ് മുറിക്കകത്തോട്ട് പോയി മുറി അടച്ചിട്ട് ഏകാഗ്രതയോട് ഈ വചനഭാഗമൊക്കെ ഒന്ന് ധ്യാനിക്കുമ്പോൾ എത്ര അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുമെന്നറിയാം. ഇവിടെ 1 യോഹന്നാൻ അപ്പോസ്തലൻ വളരെ ആഴത്തിൽ എഴുതിയിരിക്കുന്നതാണല്ലോ ഈ 3 ലേഖനങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ആ പ്രത്യാശ എന്തുവാ? സ്വർഗീയ പ്രത്യാശയാണ്. ഈ പ്രത്യാശയിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. ഈ പ്രത്യാശയുള്ളവൻ, നിങ്ങൾക്കിപ്പോൾ അറിയത്തില്ല നിങ്ങൾ ആരാകും, പക്ഷെങ്കിൽ നിങ്ങൾക്ക് കാഹളം ഊതുമ്പോൾ താനായിരിക്കുന്നത് പോലെ, യേശു ആയിരിക്കുന്ന പോലെ ഒരു സ്വർഗീയ ശരീരം പ്രാപിച്ച് കർത്താവിനോട് കൂടി, ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ പ്ലാനിൽ നിന്ന് സാത്താൻ മാറ്റാതിരിക്കട്ടെ. സ്വർഗീയ ശരീരം പ്രാപിച്ച് അന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ കർത്താവിനോട് ചെന്ന് കെട്ടിപ്പിടിക്കില്ല, കർത്താവിനോട് കൂടി ചേർന്ന് നടക്കും, ശുശ്രൂഷകൾ ചെയ്യും. അല്ലെങ്കിൽ അത് മാത്രമാണ് ഞാൻ ഇപ്പോഴാഗ്രഹിക്കുന്നത്. കാഴ്ചപ്പാട് മാറിപ്പോകാതിരിക്കട്ടെ. അപ്പം ഈ പ്രത്യാശയുള്ളവർ ഇവിടെ എഴുതിയിരിക്കുക, തന്നെ നിർമ്മലീകരിക്കും. കാരണം യേശുവിനെ പോലൊരു ശരീരം എനിക്ക് പ്രാപിക്കണമെങ്കിൽ എവ്രി വൺ ദാറ്റ് ഹാസ് ദിസ് ഹോപ്പ് വിൽ പ്യൂരിഫൈ ദംസെൽഫ്, വിൽ ക്ലെൻസ് ദംസെൽഫ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഈ പ്രത്യാശയുള്ളവൻ എല്ലാം തന്നെത്താൻ നിർമ്മലീകരിക്കും, അല്ലെ തന്നെത്താൻ ശുദ്ധീകരിക്കും. ഈ ശുദ്ധീകരണം എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, അല്ലെ വിശ്വാസികൾ ശുദ്ധീകരണം പ്രാപിക്കുക എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് എന്നോട് എൻ്റെ മാനസികാവസ്ഥ, എൻ്റെ കുറവുകൾ ഇടപെടുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന അനുസരിച്ച് ഒരു റെസ്പോൺസ് വേണം. ഇപ്പോൾ ചില പ്രസംഗം കേട്ടിട്ട് നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന അനുസരിച്ച് വി ഷുഡ് റെസ്പോണ്ട് ബാക്ക്, ഇല്ലേ? അല്ലെങ്കിൽ കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു, വിശുദ്ധീകരണം, എൻ്റെ മേൽ വിളിയുണ്ട്, കർത്താവ് പ്രത്യാശ തന്നിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു. ഈ പ്രത്യാശയുള്ളവരെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? നിർമ്മലീകരിക്കും. നമുക്കിന്ന് അല്ലെങ്കിൽ ശുദ്ധീകരണത്തിനായിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ. അല്ലെങ്കിൽ അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ, 6-ാമത്തെ വാക്യം. ഒന്ന് ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ, ഇവിടെ ആ സ്വർഗീയ പ്രത്യാശ എങ്ങനെയാണ് പ്രാപിക്കുന്നതെന്ന് റോമാലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ എന്നാണ് എഴുതിയേക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഈ പ്രത്യാശിക്കുന്ന ഈ കാണുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പ്രത്യാശിക്കേണ്ടത് എന്തുവാണ്? എനിക്കിവിടെ വീട്, വണ്ടി, കാശ്, അല്ലെങ്കിൽ ഓരോ ആരോഗ്യം, എൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ഓരോ കാര്യം, ഇതെല്ലാം എനിക്ക് കാണുന്ന കാര്യങ്ങളാണ്. ബൈബിള് പറയുന്നു കാണുന്ന കാര്യങ്ങളല്ല പ്രത്യാശിക്കേണ്ടത്, the things that are unseen, that is what you need to hope for. പ്രത്യാശിക്കേണ്ടത് എന്തുവാണ്? പ്രത്യാശ എന്തിലാണ്? കാണാത്ത കാര്യങ്ങൾ. അപ്പോൾ അത് ലൗകികമല്ല, സ്വർഗീയമായെന്ന് വ്യക്തമായല്ലോ. എന്നിട്ടാണ് അപ്പോസ്തലൻ 6-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. യെസ്, വായിച്ചു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ
നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരും. യെരുശലേമിൽ നിന്ന് ഈ സത്യം നിങ്ങളുടെ അടുത്തെത്തി. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടത് പറഞ്ഞു. യെരുശലേമിൽ കഷ്ടതയുണ്ടായി, അവിടെ പീഡനമുണ്ടായി, സഭ ചിതറിപ്പോയി. അന്ന് പാസ്റ്റർമാരല്ല പോയത്. ആ യെരുശലേമിലെ ദൈവസഭയിൽ ഒരു പാസ്റ്ററെ കാണത്തുള്ളൂ. ചിലപ്പം വലിയ സഭയായിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരു പാസ്റ്ററോട് കണ്ടെന്നിരിക്കും. പക്ഷെ സഭ ചിതറിപ്പോയപ്പോൾ വിശ്വാസികളാണ് ഓരോ സ്ഥലത്തേക്ക് പോയത്. അതിൽ നമുക്ക് അക്വിലാസിനെയും പ്രിസ്കില്ലയും നമുക്ക് കാണാം. അവരൊക്കെ ജോലി ചെയ്തതാണ് ഒരു സ്ഥലത്ത്. പക്ഷേ അവിടെ ചെന്ന് വീണ്ടും പൗലോസിനോട് ചേർന്ന് അവർ പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടു. അപ്പം യെരുശലേമിലെ സഭയിൽ നിന്ന് ചിതറിപ്പോയ പലരും ചെന്നിടത്ത് ഓരോ ദേശത്ത് ചെന്നപ്പോൾ ഓരോ സഭയുണ്ടായി ഇല്ലേ. എപ്പപ്രാസ് ചിലപ്പം അതിലുള്ള ഒരാളായിരിക്കും കൊലോസ്യയിൽ സഭ ഉണ്ടാകുവാൻ കാരണം. യെരുശലേമിൽ നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോയവർ അവർ ലഭിച്ച ആ സുവിശേഷം, ആ നല്ല വചനം, ആ നല്ല കാഴ്ചപ്പാട് കുറച്ച് നാൾ കർത്താവ് കൊടുത്തു യെരുശലേമിൽ അവർ നിന്ന് ബലപ്പെടുവാൻ. അവിടെ ഉണ്ടായ അത്ഭുതം അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ആ പട്ടണത്തിൽ മുഴുവൻ വലിയ സന്തോഷം പെരുമാറ്. നല്ല ദൈവിക വചനങ്ങൾ, നല്ല ബൈബിൾ ക്ലാസ്സസ്, നല്ല ആരാധന, നല്ല സഹോദര സ്നേഹം. ആ സഹോദര സ്നേഹവും ഐക്യതയും അങ്ങോട്ട് കൂടിയിട്ട് ഓരോരുത്തർ വസ്തുക്കൾ വിറ്റിട്ട് ഒന്നിച്ചു വന്ന് സഭയിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു നല്ല ഒറ്റ കുടുംബം എന്നുള്ള ഒരു അനുഭവത്തിൽ നിന്ന് അവർ മാറിപ്പോയപ്പോഴും അവർ ക്ഷീണിച്ചു പോയില്ല. അവർ ദൈവം കൊടുത്ത കാഴ്ചപ്പാട് അത് സ്പ്രെഡായി ഇല്ലേ. യെരുശലേമിൽ നിന്ന് സ്പ്രെഡായി ഇവിടെ എവിടെ വന്നു? അത് കൊലോസ്യ സഭയിൽ വന്നു. അവിടെ ഒത്തിരി പേരുണ്ട്. അവിടുന്ന് യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ, പിന്നെ ഇവിടെ നിന്ന് കൊലോസ്യ ദേശത്ത് നിന്ന് വന്ന ജാതികൾ, അവർക്കൊക്കെ ആ നല്ല കാഴ്ചപ്പാട്, ആ വചനം ഇവിടെ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ അനേകർ ഈ വചനം പ്രവർത്തിക്കാതിരിക്കാൻ സാത്താൻ അനേകരുടെ കണ്ണുകളെ കുരുട്ടാക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് കണ്ടിട്ടുള്ളവർ ഈ വചനം കേൾക്കുമ്പോൾ ജീവൻ പ്രാപിക്കും. നമ്മളോട് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം വളരെ ഡീപ്പായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിളിയെപ്പറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുറവിനെപ്പറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നെങ്കിൽ പകൽക്കാലം സമർപ്പിച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ പ്രത്യാശയിലും ആത്മശക്തിയിലും നിങ്ങൾക്ക് വളരുവാൻ കഴിയും. അങ്ങനെ ആ വചനം സ്പ്രെഡാകുന്ന വചനം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കോവിഡ് സ്പ്രെഡായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡായി. ചെല്ലുന്നിടത്ത് ആൾക്കാർ ചെല്ലുന്നിടത്തൊക്കെ അവർ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ സ്പ്രെഡാകുന്ന എന്തോ നിങ്ങൾക്ക് മനസ്സിലായില്ല. അതിന് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്കുള്ള കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതം, നമ്മുടെ ആ ശുദ്ധീകരണം, നമ്മുടെ തീരുമാനങ്ങൾ, നമുക്ക് ലഭിച്ച വചന സത്യം അത് ചെല്ലുന്നിടത്തൊക്കെ സ്പ്രെഡ്. യെരുശലേമിൽ നിന്ന് അതെങ്ങനെ കൊലോസ്യയിൽ നല്ല ജാതികൾ, അന്യാരാധന ആചാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന പക്ക ഇരുട്ടിൽ വസിക്കുന്ന ജാതികൾ, മന്ത്രവാദത്തിൽ ഇരുന്ന ജാതികൾ, അവരെങ്ങനെ ജീവൻ പ്രാപിച്ച് സത്യവചനത്തിൽ ഇത്രയും ആഴത്തിൽ, മറ്റുള്ള ലേഖനത്തെക്കാൾ കൊലോസ്യ ദേശത്തിന് ഇത്രയും അവരോട് പറഞ്ഞെങ്കിൽ ഇത്ര ആഴത്തിൽ ലഭിച്ചോ. നമുക്ക് ഒരു കാര്യം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എന്നെ ഒരു ദേശത്തുനിന്ന് വേറൊരു ദേശത്തൊരു കർത്താവ് അയച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും എറണാകുളംകാരല്ല, നമ്മൾ ഈ പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇനിയും ജോലി നിമിത്തവും പഠിക്കാനായിട്ടും ഒക്കെ ദൈവം ഓരോ ജില്ലകളിലും ഓരോ ദേശത്തും ഓരോ സംസ്ഥാനത്തും ഓരോ രാജ്യത്തും ഒക്കെ കർത്താവ് അയക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് ദൈവം തന്ന വചനം നമ്മളിൽ കൂടെ നമ്മുടെ ജോലി സ്ഥലത്ത് എന്തായി തീരണം? ഇറ്റ് ഷുഡ് സ്പ്രെഡ്. അത് പരക്കണം. അത് എന്നിൽ കൂടെ ഈ ദൈവവചനം പരക്കുന്നുണ്ടോ? ഞാനടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ, നല്ല പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ആ പെർഫ്യൂം സ്പിരിറ്റ് ആയതുകൊണ്ട് അതിങ്ങനെ വറ്റി അത് ചിലപ്പം മണം പരക്കും. അങ്ങനെ പരക്കാനല്ല പറഞ്ഞത്. ഈ സൗരഭ്യവാസന അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ കൂടും. പിന്നെ മറ്റുള്ളവർ ഈ വചന സത്യത്തെ അറിയണം. ഞാൻ സംസാരിക്കണം. ഐ നീഡ് ടു സ്പീക്ക്. എനിക്ക് ആംഗ്യ ഭാഷയിൽ കർത്താവ് എന്നോട് സംസാരിച്ചത് പറയാൻ പറ്റുമോ? നോ, ഐ നീഡ് ടു സ്പീക്ക് ഔട്ട്. അപ്പം വചനം സംസാരിക്കണമെങ്കിൽ മറ്റുള്ളവരോട് എനിക്ക് അതിനുള്ള പ്രാഗൽഭ്യം വേണം. അപ്പം ഈ ലോക വിഷയവും ലോകത്തിൽ സന്തോഷം വരുന്ന, കൂട്ടുകാർക്ക് സന്തോഷം വരുന്ന വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഈ വചനം സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഈ അതിന് ശുദ്ധീകരണം പ്രാപിച്ചല്ല. വായി തോന്നിയ വർത്തമാനവും മോശമായ വർത്തമാനവും ഈ അതരത്തിൽ കൂടെ, മോശമായ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറവയിൽ കൂടെ പിന്നീട് എന്ത് വരത്തില്ല? സത്യവചനം പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ അതരത്തെ ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ ഏൽപ്പിക്കണം. ഈ ഹൃദയത്തെ ഒന്ന് ഞാൻ വചനം കർത്താവ് പറയുന്നില്ല, നിങ്ങൾ പറയാതെ അവരെങ്ങനെ കേൾക്കും? കേൾക്കാതെ അവരെങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ അവരെങ്ങനെ ദൈവസന്നിധിയിൽ വരും? അതുകൊണ്ട് നമ്മളെ അയക്കുന്നിടത്തൊക്കെ ഈ വചനം ഒന്ന് സ്പ്രെഡ് ചെയ്യുവാൻ 7-ാമത്തെ വാക്യം കൂടെ വായിച്ച്. യെസ്.
ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം. ഈ എപ്പഫ്രാസ് ദൈവദാസനെ പറ്റി നമ്മൾ 4-ാം അധ്യായത്തിൽ വായിച്ചില്ലേ? ഓരോരുത്തരെ തികവിലേക്ക് നിർത്തുവാൻ വേണ്ടി പോരാടുന്ന ഒരു ദൈവദാസൻ. കറക്റ്റായിട്ട് വാള് കൂടിയാലും കൂടിയില്ലേലും ഇതൊന്നും വിഷയമല്ല തനിക്ക്. പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് പറയുന്ന വചനം, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ആ വാക്യമൊക്കെ ഞാൻ ഇന്നലെ ഒന്ന് ഓർക്കുമായിരുന്നു, ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കും. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. 2 Timothy chapter 2 verse 15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചാൽ ആര് നിങ്ങളുടെ എതിരെ തിരിഞ്ഞാലും നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. സാത്താൻ അവിടാണ് പോരാട്ടം. അല്ലാതെ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗം പ്രസംഗിച്ചാൽ 1000കണക്കിന് ആൾക്കാർ കൂടുമ്പോൾ ഒരു പോരാട്ടവും കാണത്തില്ല. സാത്താനും വന്ന് നല്ലൊരു സീറ്റ് എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു വരും. കാര്യം ഹി ഹാസ് നോ പ്രോബ്ലം ആ വചനവുമായിട്ട്. പക്ഷെ സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചാൽ നിന്നെ ലജ്ജിപ്പിച്ച് കളയും പ്രസംഗിക്കുന്നിടത്ത് തന്നെ. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിച്ച് ലജ്ജിച്ച് വായിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗാഡ്. കറക്റ്റായിട്ട് വചനം ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുവാൻ കർത്താവ് നമുക്കെല്ലാം കൃപ തരട്ടെ. അതനുസരിച്ച് ജീവിക്കുമ്പോൾ അതിനുള്ളൊരു പ്രാഗൽഭ്യം തരും. ആ പ്രാഗൽഭ്യം ഉള്ളപ്പോൾ, ജീവിതമുള്ളപ്പോൾ ലജ്ജിച്ച് പോകുവാൻ ഇട വരത്തില്ല. അങ്ങനെ ഒരു ദൈവദാസനെ എപ്പഫ്രാസ് 8:30 വായിച്ചിട്ട് നിർത്താം. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വാസ ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകും. He has declared to you your love in spirit. നിങ്ങളുടെ സ്നേഹം പരിശുദ്ധാത്മാവിൽ എന്നോട് അറിയിച്ചവനാണ്. ആര്? എപ്പഫ്രാസ്. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിറഞ്ഞിരുന്നാൽ ദൈവസ്നേഹം നിറഞ്ഞിരിക്കും. ആ ദൈവസ്നേഹമാണ് ലോകം പിന്നെ ആത്മാവിൻ്റെ ഫലമായിട്ട് അവർ അത് അനുഭവിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ കണ്ടു ആത്മാവിൽ ഉള്ള ആ സ്നേഹം. 9-ാമത്തെ വാക്യം കൂടെ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇവിടെ എഴുതിയേക്കുന്ന അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ പ്രസാദം, ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടം നിങ്ങളിൽ നിറവേറി വരണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യം മാത്രം ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നിങ്ങളൊന്നിരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണ പ്രസാദമാണോ? ഞാൻ പറയുക ഞാൻ ആത്മീയനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവം പറയണം ഞാൻ നിന്നിൽ പ്രസാദിച്ചിരുന്നു. ഈസ് മൈ ലൈഫ് പ്ലീസിങ് ടു ഗോഡ്? എൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണ പ്രസാദമാണോ? ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷ നമ്മൾ കൂടി വെളിപ്പെടുവാൻ, ജയാജീവിതം ജീവിക്കുവാൻ ദൈവമക്കളെ, അവസാനത്തെ നാളുകൾ ഏതൊക്കെ രീതിയിൽ നമ്മളെ ക്ഷീണിപ്പിക്കാമോ മടുപ്പിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മസിൽ പവർ കൊണ്ട് വല്ലതും സാത്താനെ ജയിക്കാൻ പറ്റുമോ? ഞാൻ കുറച്ച് ജിമ്മിൽ പോയി കുറച്ച് എക്സസൈസ് ചെയ്തു, 2 ബ്ലോ കൊടുത്തു, 2 ഇടി കൊടുത്തു, അങ്ങനെ വല്ലതും സാത്താനെ ജയിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് എൻ്റെ ബലം കൊണ്ടല്ല, നോട്ട് ബൈ മൈ മൈറ്റ് ബട്ട് ബൈ ദ സ്പിരിറ്റ് സെയ്സ് ദ ലോർഡ്. ഭർത്താവ് യഹോവയായ ദൈവം എന്തോ പറയുന്നത്? നമ്മുടെ ബലം കൊണ്ടല്ല, ആത്മാവിൻ്റെ ശക്തി കൊണ്ട്. ഈ ദിവസങ്ങൾ നമ്മൾ വളരെ വിശുദ്ധീകരണത്തോടെ ആത്മാവിൻ്റെ ശക്തിക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആദ്യം കുഞ്ഞുങ്ങൾ